കാരാഗ്രഹ ലേഖനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. നമുക്ക് കാരാഗ്രഹ ലേഖനങ്ങളിൽ നിന്നും പഠിക്കാൻ പറ്റിയ ചില പാഠങ്ങൾ, പ്രത്യേകിച്ച് ഈ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ഓരോ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൽ നിന്ന് എന്താണ് നമുക്ക് സ്വരൂപിക്കാനായിട്ട് പറ്റുന്നത്, ഇത് നമ്മുടെ മനസ്സിലെത്തും. എപ്പോഴും ഇംപ്രിന്റ് ഓൺ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തുകൊള്ളുക. എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് 3 കാര്യങ്ങളാണ് ലേഖനകർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഉള്ള ഐക്യത. യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഐക്യത, യൂണിറ്റി. അപ്പോൾ ക്രിസ്തുവിലുള്ള ഐക്യത നമ്മൾ എത്രത്തോളം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റുന്നോ അത് നമ്മളുടെ ഒരു വലിയ വിജയമാണ്. അത് എഫേസ്യ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഐക്യത. അപ്പം ആ 6 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് അത് ലഭിക്കും. 2, ആത്മീക അനുഗ്രഹങ്ങൾ, സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, ആത്മീക അനുഗ്രഹങ്ങൾ. 3-ാമത്തേത് ആർമർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സർവായുധ വർഗം. ഈ 3 കാര്യങ്ങളാണ് എഫേസ്യ ലേഖനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പം നിങ്ങളത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഈ ലേഖനത്തിൽ ഉടനീളം പറഞ്ഞിരിക്കുന്ന ഇതാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു തലക്കെട്ട് എഴുതുക, യൂണിറ്റി ഇൻ ക്രൈസ്റ്റ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ വായിക്കാൻ തുടങ്ങണം. ഓരോ വാക്യങ്ങളും വായിക്കുമ്പോൾ അതിൽ എന്താലോചനയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ എഴുതി വെക്കാം. യൂണിറ്റി ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ്, അതുകൊണ്ടുള്ള ഗുണം എന്താണ്, അല്ലെങ്കിലുള്ള ദോഷം എന്താണ്, ഇതെല്ലാം ആ ലേഖനത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ വാക്കുകളും നിങ്ങൾ എഴുതുക. അപ്പൊ യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്, 2 സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, 3 ആർമർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സർവായുധ വർഗം. ഫിലിപ്പി ലേഖനത്തില് അവിടെ ഈ 3 കാര്യങ്ങളുണ്ട്. 1-ാമത്തേത് ജോയ് ഇൻ സഫറിങ്, കഷ്ടതയിലുള്ള സന്തോഷം. കഷ്ടതയിൽ എങ്ങനെ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ശ്രദ്ധിക്കുക, 2 കാര്യങ്ങളാണ് അപ്പോസ്തലനെ, അത് എഴുതണ്ട, 2 കാര്യങ്ങളാണ് അതിന് ഉപോത്ബലകമായിട്ടുള്ളത്. 1, പൗലോസ് ഇപ്പൊ കഷ്ടം അനുഭവിക്കുകയാണ്. 2, ഫിലിപ്പ്യ സഭ ഉടലെടുക്കുവാൻ ദൈവം ഒരു ദൈവദാസന് കഷ്ടത കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൊടുത്തു, പ്രയാസം കൊടുത്തു. അങ്ങനെ ആ ജയിലിൽ അടയ്ക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം സഭ അവിടെ ആ സ്പോട്ടിൽ ഉടലെടുക്കത്തില്ലായിരുന്നു. കാരണം അത്ര പെട്ടെന്നൊരു സ്ഥലസഭ. അപ്പോൾ ദൈവത്തിന്റെ കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യുമ്പോഴാണ് കഷ്ടതയുടെ ആധിക്യം വർദ്ധിക്കുന്നത്. മനസ്സിലായി? ഇതൊരു സീക്രട്ടാണ്. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ സ്പീഡപ്പ് ചെയ്യും. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ 2 രീതിയിലാണ്. ഒന്ന് വളരെ സ്ലോവിൽ ചെയ്യും ദൈവം, വളരെ സ്പീഡിലും ദൈവം ചെയ്യും. അപ്പൊ ഈ സ്പീഡിൽ ചെയ്യുന്ന കാര്യത്തിനാണ് ദൈവം ഏറ്റവും കൂടുതൽ ഈ കഷ്ടത ഉപയോഗിക്കുന്നത്. ഇപ്പൊ ദൈവത്തിന് ഒരാളെ ഉപയോഗിക്കണം, അല്ലെ എന്നെ ഉപയോഗിക്കണം, വേറൊരാളെ ഉപയോഗിക്കണം. ദൈവം എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്യത്തക്ക രീതിയിൽ ദൈവം കൊടുക്കുന്ന ഒരു റീസൺ അല്ലെങ്കിൽ ഒരു മുഖാന്തരമാണ് ഈ കഷ്ടത എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെ അപ്പോസ്തലനായ പൗലോസിന് ദൈവം കൂടുതൽ കഷ്ടതകൾ കൊടുത്തിട്ടുണ്ടോ, പ്രയാസങ്ങൾ കൊടുത്തിട്ടുണ്ടോ, അവിടെ നിന്നെല്ലാം പ്രോഡക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ ലേഖനങ്ങളായിരിക്കും, അല്ലെങ്കിൽ സഭകളായിരിക്കും, അല്ലെങ്കിൽ പുതിയ ആത്മാക്കളായിരിക്കും. എങ്ങനെ ഉളവായി വരാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും പിന്മാറി പോകാനോ പിറുപിറുക്കാനോ പാടില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് കഷ്ടതയിൽ നിങ്ങൾ സന്തോഷിക്കണം. ഇനിയും 1-ാം അധ്യായത്തിന്റെ 29 കഷ്ടതയ്ക്കായിട്ട് അല്ലെങ്കിൽ കഷ്ടം അനുഭവിപ്പാൻ ദൈവം നിങ്ങൾക്ക് എന്തോ വന്നിരിക്കുന്നു, വരം തന്നിരിക്കും. ഇറ്റ്സ് എ ഗിഫ്റ്റ്. അത് ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും വരദാനം എന്ന് പറയും, അല്ലേ? വരദാനം, ഇത് 2 ഒന്നല്ലേ? വരവും ദാനവും ഒന്നാ. പക്ഷെങ്കിൽ അതിന്റെ വേറൊരു മീനിങ് ഉണ്ട്. വരദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് തരുന്ന ഒരു ദാനം.
അതിന് വേണം വേറൊരു വാക്ക് പറയും, ഇഷ്ടദാനം. അല്ലെ, ഇഷ്ടദാനം എഴുതി കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ഇഷ്ടദാനത്തിൽപ്പെട്ട ഒന്നാണ് എന്ത്, ഈ കഷ്ടത എന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മൾ വേണ്ട എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. വേണ്ട എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയെ നമ്മൾ പൊളിക്കുകയാണ്, ദൈവത്തിന്റെ പ്ലാനെ നമ്മൾ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ കഷ്ടത ഏറ്റവും നല്ലതാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊള്ളുക. ഓരോ കഷ്ടതകളിലൂടെയും ദൈവത്തിന് സാധിച്ചെടുക്കാൻ പറ്റിയ കാര്യങ്ങൾ, അവിടെയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. അതിനെ സംബന്ധിച്ച് വേറൊരു പോയിന്റിൽ ഞാനത് പറയാം. അപ്പൊ ഒന്ന്, ജോയ് ഇൻ സഫറിങ്, അല്ലെങ്കിൽ കഷ്ടതയിൽ സന്തോഷം, കഷ്ടതയിലൂടെയുള്ള സന്തോഷം. രണ്ടാമത്തേത് ഹ്യൂമിലിറ്റി, ഹ്യൂമിലിറ്റി, താഴ്മ. ഫിലിപ്പ് ലേഖനത്തിലെ ഏറ്റവും വലിയൊരു വിഷയമാണ് എങ്ങനെ നമുക്ക് താഴ്മയുള്ളവരാകാം. എന്താണ് താഴ്മ എന്നുള്ളത്? ഹ്യൂമിലിറ്റി. മൂന്നാമത്തേത് പാർട്ണർഷിപ്പ് ഇൻ ഗോസ്പൽ, സുവിശേഷത്തിലുള്ള പങ്കാളിത്വം, സുവിശേഷത്തിലുള്ള പങ്കാളിത്തം. 3 കാര്യങ്ങൾ. എഫെസ്യ ലേഖനത്തിൽ 3 കാര്യങ്ങൾ, ഫിലിപ്പ് ലേഖനത്തിൽ 3 കാര്യങ്ങൾ. ജോയ് ഇൻ സഫറിങ്, ഹ്യൂമിലിറ്റി, പാർട്ണർഷിപ്പ് ഇൻ ഗോസ്പൽ. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടി നമ്മളെ പങ്കാളികളാക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെ നമുക്ക് സുവിശേഷത്തിന് വേണ്ടി പങ്കാളികളായി തീരാനായിട്ട് സാധിക്കും? അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഫിലിപ്പ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി കൊലോസ്യ ലേഖനത്തിൽ, ഫിലോമോന്റെ ലേഖനത്തിലും ഉണ്ട്. അത് ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാം, അതിന്റെ കൂട്ടത്തിൽ അങ്ങ് എഴുതിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് ചിന്തിക്കാൻ എളുപ്പമാണ്. കൊലോസ്യ ലേഖനത്തില് 3 കാര്യങ്ങൾ. ഒന്ന്, സുപ്രീമസി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പരമാധികാരം, പരമോന്നത പദവി, സുപ്രീമസി, സുപ്രീമസി ഓഫ് ക്രൈസ്റ്റ്, നമ്മുടെ കർത്താവിന്റെ പരമാധികാരത്തിൽ അല്ലെങ്കിൽ പരമാധികാരം, അതിൽ വരുന്ന അനേക കാര്യം. 2, സ്പിരിച്വൽ മാച്യൂരിറ്റി, ആത്മീക പക്വത. നമുക്ക് 2 രീതിയിൽ വളരാനായിട്ട് പറ്റും. ഒന്ന്, ആത്മീക വളർച്ച, ഒരാത്മീക വളർച്ച എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആത്മീകമായിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, അല്ലെങ്കിൽ റെഗുലറായിട്ട് മീറ്റിങ്ങിന് പോകുന്നു, ദൈവവചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, ബൈബിൾ ഒരുപാട് നമ്മൾ കാണാതെ പഠിക്കുന്നു, ഇതെല്ലാം നമ്മൾ ദൈവവചനം ശുശ്രൂഷിക്കുന്നു, ഇതെല്ലാം സ്പിരിച്വൽ ഗ്രോത്ത് ആണ്, ആത്മീക വളർച്ചയാണ്. എന്നാൽ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആത്മീക പക്വതയുടെ വളർച്ചയാണ്. ആത്മീക പക്വത, സ്പിരിച്വൽ മാച്യൂരിറ്റി, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസംഗത്തെക്കാൾ മറ്റുള്ളവർ പഠിക്കുന്ന വേറൊരു കാര്യമുണ്ട്, എന്റെ ജീവിതം. മനസ്സിലായില്ലേ? അപ്പോൾ എന്റെ പ്രസംഗത്തിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, എന്റെ പഠിപ്പീരിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. 2, ഈ പ്രസംഗവും വേണ്ട, പഠിപ്പീരും വേണ്ട, എന്റെ ജീവിതം മതി നിങ്ങളെ പല കാര്യങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ ഈ 2 വളർച്ചയും ദൈവദാസന്മാർക്കുണ്ടായിരിക്കണം, ദൈവമക്കൾക്കുണ്ടായിരിക്കണം. ആത്മീക വളർച്ചയും വേണം. ഇന്ന് നമ്മൾ ഈ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് മാത്രമേ നമുക്കുള്ളൂ. ഇന്ന് സ്പിരിച്വൽ മാച്യൂരിറ്റിയിലേക്ക് നമ്മൾ വളരാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അതൊരു വലിയ പരാജയമാണ്. അപ്പോൾ ഈ സ്പിരിച്വൽ മാച്യൂരിറ്റിയിലേക്ക് വളരുന്നവരാണ് മറ്റുള്ളവർക്ക് മാതൃകയായി തീരുന്നത്. മറ്റുള്ളവർക്ക് മാതൃകയാണ്. ഇപ്പം എന്നെ നിങ്ങൾ കാണുമ്പോൾ എനിക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. മനസ്സിലായി? ഞാൻ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും, ഒരു പ്രചോദനമായിരിക്കും. പക്ഷെങ്കിൽ ഞാനൊരു സ്പിരിച്വൽ മച്യൂർ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് ആത്മീക പക്വതയിലേക്ക് നയിക്കാൻ വേണ്ടി ഞാനൊരു റോൾ മോഡലായിരിക്കും നിങ്ങൾക്ക്, അത് നിങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ നമുക്ക് റോൾ മോഡലായിട്ട് ഒരുപാട് പേർ, എൻ്റെ മുമ്പിൽ ഒരുപാട് പേരുണ്ട്. അങ്ങനെ നമ്മളും ആയിത്തീരണം. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയണം, മൈ ഡാഡി ഈസ് മൈ റോൾ മോഡൽ. ഇല്ലേ? എന്റെ അമ്മയാണ് എനിക്ക് റോൾ മോഡൽ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞു കേട്ടാൽ ഒന്ന് ചിന്തിച്ച് എന്തോ ഒരു സന്തോഷമായിരിക്കും നമുക്ക് വരുന്നത്. പറയണം, അങ്ങനെ പറയാൻ ഇടവരണം. അല്ലെങ്കിൽ എന്റെ ഗ്രാൻഡ് പാ ആണ്, അല്ലെങ്കിൽ എന്റെ ഗ്രാൻഡ്മയാണ്, പോട്ടെ എന്റെ സഭയിലെ എൽഡറാണ് എനിക്കൊരു മാതൃക, അല്ലെ എന്റെ സഭയിലെ പാസ്റ്ററാണ് എന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ കേവലം അവരുടെ വാക്കിലൂടെ വരുന്ന വാക്ചാതുര്യമോ അവരുടെ പ്രസംഗമോ ഒന്നുമല്ല. ഈ വാക്ചാതുര്യത്തോടു കൂടിയുള്ള ഈ ഇങ്ങനെയുള്ള സ്പിരിച്വൽ ഗ്രോത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ
ഒരു ചെറിയ പ്രശ്നം എന്റെ ജീവിതത്തിൽ മതി, നിങ്ങൾ എന്നെ എടുത്ത് കളയുന്നില്ലേ? ഇത്രയും നാളുള്ളതെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ എന്നെ എടുത്ത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോലും എന്നെ നിമിഷ നേരം, അങ്ങനെ എത്രയോ പേരെ നമ്മൾ കളഞ്ഞിട്ടുണ്ടല്ലേ, മാറ്റി വെച്ചിട്ടല്ലേ? അങ്ങനെ ആവരുത് നമ്മൾ. മറിച്ച് നമ്മളൊരു സ്പിരിച്വൽ മെച്വർ പേഴ്സൺ ആകാൻ വേണ്ടി ആയിരിക്കണം ഈ പഠനങ്ങളെല്ലാം മുഖാന്തരമായി തീരുന്നത്. അപ്പോൾ കൊലോസ്യ ലേഖനത്തിലാണ് ഇത് പഠിപ്പിക്കുന്നത്. ഒന്ന്, ക്രിസ്തുവിന്റെ പരമാധികാരം, ദ സുപ്രീമസി ഓഫ് ക്രൈസ്റ്റ്. രണ്ട്, സ്പിരിച്വൽ മെച്യൂരിറ്റി, ആത്മീക പക്വത. അതൊരു വലിയ വിഷയമാണ് ബൈബിളിലെ. അത് ഇനിയും ഈ കൊലോസ്യ ലേഖനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. നിങ്ങൾ എബ്രായ ലേഖനം പഠിപ്പിച്ചു ആരെയും ഇല്ല. ഇനി എബ്രായ ലേഖനം പഠിക്കുമ്പോഴാണ് ആ പക്വതയിലേക്കുള്ള വളർച്ച. പക്ഷേ അവർക്ക് ആത്മീക പരിജ്ഞാനമൊക്കെ ഉണ്ടായിരുന്നു, ന്യായപ്രമാണം നല്ല പരിജ്ഞാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ പക്വതയിലേക്ക് വളരാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ദുരുപദേശം, ഫോൾസ് ദുരുപദേശത്തിന് എതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഫിലിപ്പ് ലേഖനത്തിലൊന്നും ആ കാര്യങ്ങളൊന്നും, കൊലോസ്യ ലേഖനം എന്ന് ഞാനത് പറയുമ്പോൾ ഞാൻ ആ ഭാഗത്തെ ഞാനൊന്ന് നോട്ട് ചെയ്ത് പോകാം. അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു പ്രത്യേക വിങ്, ഒരു ഗ്രൂപ്പാണ് ഈ ജ്ഞാനവാദക്കാർ. അതിന് പറയുന്നത് നോസ്റ്റിസിസം എന്നാ പറയുന്നത്, GNOSTITISM, നോസ്റ്റിസിസം, ജ്ഞാനവാദം, ജ്ഞാനവാദക്കാർ. ഇന്നുമുണ്ട് ജ്ഞാനവാദം. അത് പ്രത്യേക ഒരു ഗ്രൂപ്പല്ല. പ്രധാന സഭയിലും ഉണ്ട്, പെന്തക്കോസ്തിലും ഉണ്ട്, യാക്കോബായിലും ഉണ്ട്. എല്ലാ കൂട്ടത്തിലും ഈ നോസ്റ്റിസിസം നമ്മളിൽ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ നോസ്റ്റിസിസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്രയേ ഉള്ളൂ. അതായത് ദൈവവചനത്തിലൂടെ അല്ലാതെ ഉള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളും അതിലൂടെ നമ്മളെ ഇതിന് വിരുദ്ധമായിട്ട് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കാനുള്ള വഴി. മനസ്സിലായ കാര്യങ്ങൾ? ഉപദേശത്തിന് വേണ്ടി ഫണ്ടമെന്റലായിട്ട് ഈ ബൈബിള് മാത്രമല്ല, വേറെ ഒരുപാട് സബ്സ്റ്റൻസ് ഉണ്ട്. മനുഷ്യമായിട്ട് വരുന്ന, ജ്ഞാനത്തിലൂടെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ. അതിന് ചിലപ്പോൾ പല പേരുകളായിരിക്കും പറയുന്നത്. ഒരു കാര്യം, ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ പറയുകയാണ് സഹോദരൻ ചെയ്യുന്ന തെറ്റാണ്, ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, ബ്രദറെ ഇതെന്റെ അനുഭവമാണ്. മനസ്സിലായില്ലേ? ഒരു സിമ്പിൾ ഒരു കാര്യമാണ്. ഇതെന്റെ എക്സ്പീരിയൻസാണ്. അത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിലൂടെ ഉടലെടുത്ത ഒരു ജ്ഞാനമാണ്. അതെന്തായി മാറി? അത് ഡോക്ടറിനായിട്ട് മാറി. അത് പിന്നീട് പഠിപ്പിക്കാൻ തുടങ്ങി, അതിൽ എഴുതി വെക്കാനായിട്ട് തുടങ്ങി, പുസ്തകമായിട്ട് വന്നു. ഇതാണ് ജ്ഞാനവാദം എന്ന് പറയുന്നത്, ജ്ഞാനമതം. അപ്പൊ നമുക്ക് ജ്ഞാനമതം വേണ്ട, നമ്മുടെ എപ്പോഴും തിരുവെഴുത്താണ്, ഹോളി സ്ക്രിപ്ചേഴ്സ്, ദൈവീക തിരുവെഴുത്തുകൾ. അപ്പോൾ അന്ന് നിലവിൽ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരിലൂടെയും ദൈവം മർമ്മങ്ങളായിട്ട് അവർക്ക് രണ്ട് കൃപാവരങ്ങൾ പ്രത്യേകിച്ച് കൊടുത്തു. ഒന്ന്, ജ്ഞാനത്തിന്റെ വചനവും കൊടുത്തു, പരിജ്ഞാനത്തിന്റെ വചനവും കൊടുത്തു. ഈ രണ്ട് കൃപാവരങ്ങളോട് കൊടുത്ത് ഈ ദൈവത്തിന്റെ വചനം തെറ്റുകൂടാതെ എഴുതുവാൻ, തെറ്റുകൂടാതെ പ്രാപിച്ച് തെറ്റുകൂടാതെ എഴുതുവാൻ അവർക്ക് കൊടുത്ത കൃപാവരമുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട, ഇന്ന് നമുക്ക് ആവശ്യമില്ല. കാരണം ഈ 66 പുസ്തകങ്ങൾ എഴുതി അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ജ്ഞാനവാദം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പ് അന്നുണ്ടായിരുന്നു. ഇന്നും നമ്മളുടെ കൂട്ടത്തിൽ അവിടെ ഇവിടെയൊക്കെ അതിന്റെ അലയടികൾ കാണുന്നുണ്ട്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, കർത്താവ് നമ്മളെ ന്യായം വിധിക്കുമ്പോൾ, നമ്മൾ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളോ മറ്റുള്ളവർ പറഞ്ഞതോ ഇതൊന്നുമല്ല അവിടെ ന്യായം വിധിക്കാനായിട്ട് പോകുന്നത്. ഈ എഴുതപ്പെട്ട തിരുവെഴുത്തുകളിൽ പ്രകാരമായി. അതാണ് അപ്പോസ്തലനായ പൗലോസും പറയുന്നത്, എന്റെ സുവിശേഷ പ്രകാരം ദൈവം നിങ്ങളെ എന്ത് ചെയ്യാൻ പോവാ? ന്യായം വിധിക്കാൻ പോവാ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പ്രൊക്ലൈം ചെയ്ത ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ദൈവം അങ്ങനെ തെരഞ്ഞെടുത്ത് അവരിലൂടെ രേഖപ്പെടുത്തി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വചനത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുക. അപ്പൊ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ കൊലോസ്യ ലേഖനത്തിൽ ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ദ സുപ്രീമസി ഓഫ് ക്രൈസ്റ്റ്, രണ്ടാമത്തേത് സ്പിരിച്വൽ മെച്യൂരിറ്റി, മൂന്നാമത്തേത് ഫോൾസ് ടീച്ചിങ്, ദുരുപദേശം. അപ്പം ഇത്രയും കാര്യങ്ങൾ
കൊലോസ് ലേഖനത്തിൽ. ഇനി ഫിലേമോന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോഴും 3 കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. അപ്പൊ ഫിലേമോന്റെ ലേഖനത്തിൽ അപ്പൊ ഈ ഓക്കെ, കാരാഗ്രഹ ലേഖനങ്ങൾ 4 ഈ 4 ലേഖനങ്ങളിലും 3 കാര്യങ്ങൾ വെച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ കോർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിലേമോന്റെ ലേഖനത്തിൽ ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് ഫോർഗീവ്നെസ്, ക്ഷമ. എന്താണ് ക്ഷമ? എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? ഏതറ്റം വരെ നമ്മൾ ക്ഷമിക്കണം? ക്ഷമിച്ചാലുള്ള ഗുണം എന്താണ്? ക്ഷമിച്ചില്ലേലുള്ള ദോഷം എന്താണ്? ഈ കാര്യങ്ങളൊക്കെ ആ ഒരു ചെറിയ പുസ്തകത്തിൽ, ഒരധ്യായമുള്ള ആ ഒരു പുസ്തകത്തിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ വിഷയം റെക്കൺസിലിയേഷൻ, നിരപ്പ്. എങ്ങനെയാണ് നമ്മൾ നിരപ്പ് പ്രാപിക്കേണ്ടത്? എന്താണ് വാസ്തവത്തിലുള്ള നിരപ്പ് എന്ന് പറയുന്നത്? റെക്കൺസിലിയേഷൻ. മൂന്നാമത്തെ പോയിന്റ് ക്രിസ്ത്യൻ ബ്രദർഹുഡ്, ക്രിസ്തീയ സാഹോദര്യ ബന്ധം. ക്രിസ്ത്യൻ ബ്രദർഹുഡ്, ക്രിസ്തീയ സാഹോദര്യ ബന്ധം. അപ്പോൾ ഓരോ ലേഖനത്തിലും ഈ ഒരു 3 സബ്ജക്റ്റ് വെച്ച് നമുക്ക് ഈ ലേഖനങ്ങളെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. കാര്യമായിട്ടുള്ള പരീക്ഷയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ പഠിച്ചതിൽ നിന്നും ഒരു ബ്രീഫ് ഔട്ട്ലൈൻ ഉണ്ടാക്കാനൊക്കെ ചിലപ്പോൾ ഞാൻ ചോദ്യം ചോദിച്ചേനെ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ചോദ്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഈ പേരുകളൊക്കെ ഓർത്തിരുന്നോണം കേട്ടോ, എന്തൊക്കെയാ സംഭവങ്ങളും എന്നൊക്കെയുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇനി ഫിലിപ്പ് ലേഖനത്തിൽ നിന്നും 1-2 കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊലോസ് ലേഖനത്തിലേക്ക് പെട്ടെന്ന് പോകാം. ഫിലിപ്പ് ലേഖനം 1:21 വായിക്കുന്ന, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അത് കഴിഞ്ഞിട്ട് പറയണേ, എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് മരിക്കണമെന്നാണോ? അല്ല, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. എന്നാൽ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ? അപ്പൊ ഒരു ഹെഡിങ് എഴുതിക്കൊള്ളുക, നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? അപ്പോൾ മരിക്കുന്നത് നമുക്ക് ലാഭമാണ്, പക്ഷെ ഈ ജഡത്തിൽ ജീവിക്കുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? അത് ഫിലിപ്പ് ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം, അതായത് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? അതിൽ 2-3 കാര്യങ്ങൾ ഒന്ന് എഴുതിക്കൊള്ളുക. ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി നമുക്ക് ടഫായിട്ട് തോന്നിയേക്കാം. ഒന്ന്, ഈ ജീവിതം കഷ്ടതയുടെ ഒരു ജീവിതമാണ്. നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയുടെ ഒരു ജീവിതമാണ്. അവർ ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് സഫറിങ്. കഷ്ടതയുടെ ഒരു ജീവിതമാണ്. അപ്പൊ ഈ കഷ്ടതയുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അണ്ടർ ദാറ്റ് 1, 2, 3 എന്ന് പറഞ്ഞെഴുതിക്കുക. അതിൽ ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ ജീവിതത്തെ നമ്മൾ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക. മനസ്സിലായി? നമ്മുടെ ജീവിതത്തെ നമ്മൾ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക. ഈ കഷ്ടതയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്, യോബ് പറയുന്നത് എന്താ? തീപ്പൊരി ഉയരം പറക്കും പോലെ ഞാൻ കഷ്ടതയ്ക്കായിട്ട് ജനിച്ചിരിക്കുന്നു. അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ എങ്ങനെ പുറത്തു വരും? പൊന്നുപോലെ പുറത്തു വരും. അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അപ്പോൾ കഷ്ടത, ശോധന, പൊന്നുപോലെ എന്ന് പറയുമ്പോൾ ശുദ്ധി ചെയ്ത സ്വർണം. അപ്പൊ ഈ സ്വർണത്തിലെ കീടം അത് നീക്കുന്നതിന് വേണ്ടി ദൈവം എനിക്ക് തരുന്നതാണ് ഈ കഷ്ടത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബൈബിളിൽ 2 തരത്തിലുള്ള ശുദ്ധീകരണമുണ്ട്. അതായത് 2 തരത്തിലുള്ള കഷ്ടതയുണ്ട്. ഒന്ന് സ്വർണം ശുദ്ധി ചെയ്യുന്നത്, 2 വെള്ളി ശുദ്ധി ചെയ്യുന്നത്. അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. പൗലോസും പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നിന്നും ഇങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു പാഠമാണ് സ്വർണം. ഇനിയും ഈ സ്വർണം ശുദ്ധി ചെയ്യുന്ന, അത് കേട്ടാൽ മതി, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്വർണം ശുദ്ധി ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. എത്ര ഡിഗ്രി ചൂട് കൂടിയാലും അത് ഈ സ്വർണത്തിന് നല്ലതാണ്. ആ സ്വർണം ശുദ്ധി ചെയ്യുന്ന ആൾക്കും നല്ലതാണ് എന്ന് പറഞ്ഞാൽ അത്രയും പ്യുവറായിട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ അതിനെ ഈ ശുദ്ധി ചെയ്യുന്ന ആള് തട്ടാൻ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അത് തീ എത്ര വേണേലും കൂട്ടി കൊടുത്തിട്ട് അദ്ദേഹത്തിന് എന്ത് വേണേലും ചെയ്യാം. എന്ന് പറഞ്ഞാൽ ആ സ്വർണത്തെ മൈൻഡ് ചെയ്യാതെ ആ സ്വർണത്തെ എന്ത് ചെയ്യാൻ പറ്റും? ശുദ്ധി ചെയ്യാൻ പറ്റും. സ്വർണത്തിന് ഒരു കേടും സംഭവിക്കുന്നില്ല. അടുത്ത ഒരു വേർഷൻ, വെള്ളി ശുദ്ധി ചെയ്യുന്നത് പോലെ.
അത് മലാക്കി പ്രവചനത്തിലാണ് വായിക്കുന്നത്. ഞാൻ നിങ്ങളെ വെള്ളി ഊതിക്കഴിക്കും പോലെ ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? ഊതിക്കഴിച്ചിരിക്കുന്നു. അതിന്റെ ഇമ്പോർട്ടന്റ് ഞാൻ പറയാം. അപ്പൊ വെള്ളി ശുദ്ധി ചെയ്യുകയല്ല, പിന്നെ ഊതിക്കഴിക്കുകയാണ്. എന്താ ഈ ഊതിക്കഴിക്കുക എന്നുള്ളതിന്റെ പ്രത്യേകത? അപ്പൊ ഓരോ വാക്കുകൾക്കും ബിബ്ലിക്കലി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പറയുന്ന വാക്കുകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നമ്മുടെ ജീവിതമായിട്ട് താരതമ്യം ചെയ്യണം. അപ്പോഴാ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ ആരാണ് ദൈവത്തിന്, അല്ലെങ്കിൽ എന്റെ സ്റ്റാൻഡേർഡ് എന്താണ്, എന്റെ നിലവാരം എന്താണ്, ദൈവം എന്നെ ആരായിട്ടാണ് കാണുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ വെള്ളി ഊതിക്കഴിക്കുക എന്ന് പറഞ്ഞാൽ, വെള്ളി ഒരു പാത്രത്തിൽ വെച്ചിട്ട് തീ കൊടുത്ത് അതിലിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഊതിക്കഴിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ വേറെ എങ്ങും പോകാൻ പറ്റത്തില്ല. ആ വെള്ളിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇത് തീയുടെ കാഠിന്യം ഇങ്ങനെ കൂട്ടിക്കൊടുക്കുകയാണ്. എപ്പോ വരെ കൂട്ടിക്കൊടുക്കും? ഇനിയും ഈ തീ അങ്ങ് കൂടിപ്പോയെന്ന് വെച്ചു, തീയുടെ കാഠിന്യം കൂടിപ്പോയി, എന്താ സംഭവിക്കുന്നേ? ഈ വെള്ളിക്ക് വേറൊരു പേര് പറയും, കറക്കൻ വെള്ളി എന്ന് പറയും. പിന്നെ ഒരിക്കലും അത് ഈ വെള്ളിയിലേക്ക് തിരിച്ചു വരത്തില്ല. പിന്നീട് ആ വെള്ളി വെള്ളിയായിട്ടാണ്, കറക്കൻ വെള്ളിയായിട്ടാണ് പോയി. അത് വേറൊരു സ്റ്റാൻഡേർഡിലേക്ക് പോയി, വേറൊരു ഗ്രേഡിലേക്ക് പോയി. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ വെള്ളി ശുദ്ധി ചെയ്യുന്ന, ഊതിക്കഴിക്കുന്ന വ്യക്തി അതിലിങ്ങനെ ആ പാത്രത്തിൽ ഇങ്ങനെ നോക്കി നിന്നാണ് അതിനെ എന്ത് ചെയ്യുന്നത്? എവിടെ വരെ? എത്ര നേരം വരെ? അതിന്റെ കീടം പോകുന്നത് വരെ. ഓക്കെ, ശരിയാണ്. അപ്പൊ ഞാൻ ഈ ബൈബിളിലെ ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുകയും ചെയ്യും. എനിക്ക് യുക്തിവാദിയും കൂടാണ് ഞാൻ പഠിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അത് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഒരു വ്യക്തിയോട്, തട്ടാനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ ഒരു ഉത്തരം ഇതാണ്: എന്റെ ഫേസ് അതിൽ കാണാൻ പറ്റും, അതിലെ കീടം മാറി കഴിയും. നല്ല ചോദിക്കേ, എന്റെ ഫേസ് അതിൽ കാണാൻ കഴിയുമ്പോൾ ഞാൻ തീ മാറ്റും. അത്രയും മതി. തീ കൂടിക്കഴിഞ്ഞാലോ അത് കറക്കം വെള്ളിയാകും. പിന്നീട് ഒരിക്കലും എന്റെ ഫേസ് അതിൽ കാണാൻ പറ്റത്തില്ല. ആ പോയിന്റിൽ ഞാൻ നിർത്തും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ പൊന്നു പോലാണോ ശോധന ചെയ്യുന്നേ? വെള്ളി ഊതി കഴിക്കും പോലാണ് നമ്മുടെ നിലവാരം. യോബ് ഒരിക്കലും പറഞ്ഞില്ല എന്നെ വെള്ളി ഊതി കഴിക്കും പോലെ ഊതി കഴിച്ചെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവം മൈൻഡ് ചെയ്യാതെ എന്നെ ഊതി കഴിച്ചു. നല്ലോചിച്ച് നോക്കിയേ. അപ്പോഴാണ് ആ യോബിന്റെ മഹിമ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. യോബിനെ ദൈവം ശോധന ചെയ്യുമ്പോൾ ദൈവം കണ്ണടച്ച് കൈകെട്ടിയിരിക്കുന്ന ഒരു രംഗം ഒന്ന് ചിന്തിച്ച്. ആ ഒരു വ്യക്തിയെ നന്നായിട്ട് ദൈവത്തിന് അറിയാം, യോബിനെ നന്നായിട്ട് അറിയാം. എങ്ങനെയൊക്കെ ഞാൻ ശോധന ചെയ്താലും അവൻ എന്നെ വിട്ടു പോകത്തില്ല. അവൻ എന്റെ പൈതല, അവൻ എന്റെ മകനാണ്. അതുകൊണ്ട് പൊന്നുപോലെ എനിക്ക് ശോധന ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നാ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലൊന്നും ഈ സ്വർണം ശുദ്ധി ചെയ്യുന്ന പോലെയോ വെള്ളി ശുദ്ധി ചെയ്യുന്ന പോലെയോ ഈ കഷ്ടതയുടെ അനുഭവമോ ചൂടിന്റെ അനുഭവമോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വിചാരിച്ചോണം നമ്മള് ഒന്നുമില്ലെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നിനും കൊള്ളത്തില്ലെന്നാ അതിന്റെ അർത്ഥം. നമ്മളെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെന്നാ അതിന്റെ അർത്ഥം. അപ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം, കർത്താവുമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈഫ് ഓഫ് സഫറിങ്. അതിനാ പറയുന്നത് നിങ്ങൾ കഷ്ടതയ്ക്കായിട്ട് ജനിച്ചിരിക്കുന്നു. നമ്മൾ പറയാ ഞാൻ, അതെന്റെ ചിന്തയാണ്. ഇനി പൗലോസ് പറയുകയാണ് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ. അപ്പോൾ ഈ വിശ്വാസത്തോടൊപ്പം ആഡ് ഓൺ ആയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് എന്ത്? കഷ്ടത. അപ്പോൾ ഞാൻ എന്റെ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ എനിക്ക് കഷ്ടത തന്നിരിക്കുന്നു എന്ന് പറയാൻ അതിൽ നമ്മൾ പ്രൗഡ് ഉണ്ടാവണം നമുക്ക്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് എന്റെ ബലഹീനതകളിൽ ഞാൻ എങ്ങനെ പ്രശംസിക്കും? ഞാൻ പ്രശംസിക്കുമെന്ന്. ഐ വിൽ പ്രൗഡ് ഇൻ മൈ ഇൻഫോർമിറ്റീസ്. എങ്ങനെ? ഞാൻ അതിസന്തോഷത്തോടെ പ്രശംസിക്കുക. നമ്മളെ കൊണ്ട് പറയാൻ പറ്റുമോ? നമുക്കൊരു ഷുഗർ ഉണ്ടെങ്കിൽ ബ്രദറെ ഷുഗർ ഉണ്ട് ബ്രദറെ, ചായ കുടിക്കാൻ വരുമ്പോഴേ ഷുഗർ ഉണ്ട്, വലിയ പ്രശ്നമാണ്, ഇഷ്ടമാണ്. നമ്മളങ്ങനെയല്ലേ പറയുന്നത്? നമുക്കൊരു രോഗം ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവ് ഇനി കർത്താവ് തരുന്നത് കൊണ്ട് നമ്മൾ വരുത്തി വെക്കുന്നത് കൊണ്ട് കേട്ടോ. കർത്താവ് തരുന്ന കഷ്ടതയുണ്ട്, നമ്മൾ വരുത്തി വെക്കുന്നത് കൊണ്ട്. അപ്പോൾ കർത്താവ് നമുക്ക് തരുന്ന അത് രോഗമോ ഇൻഫോർമിറ്റിയോ കഷ്ടത എന്തുമായിക്കൊള്ളട്ടെ, അതെന്തിനു വേണ്ടിയാ? എന്നെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാ.
അപ്പോൾ ഈ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിന്റെ പരമാധികാര ദൈവത്തിന്റെ ആ ഉദ്ദേശം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെയാണ് നമ്മുടെ ജീവിതം ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കഷ്ടത. അപ്പൊ ചോദിക്കും, എന്തിനാ ഈ അടിക്കടി കഷ്ടത തരുന്നേ? ഈ ശുദ്ധീകരണത്തിന് സ്റ്റോപ്പില്ല. ശുദ്ധീകരണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. അതിന് ദൈവം എന്ത് തന്നുകൊണ്ടേയിരിക്കും? കഷ്ടത തന്നുകൊണ്ടേയിരിക്കും. രണ്ട്, നമ്മുടെ ജീവിതത്തെ ദൈവം മുമ്പാകെ പുനഃപ്രതിഷ്ഠ ചെയ്യുന്നതിന് വേണ്ടിയായി കഷ്ടത. നമ്മൾ വിചാരിക്കും, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്നെ തന്നെ അങ്ങ് പ്രതിഷ്ഠിച്ചു കൊടുത്തു, ഇനി ഒന്നുമില്ല. നോ, നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ, നമ്മുടെ ജീവിതത്തെ പുനഃപ്രതിഷ്ഠ ചെയ്തുകൊണ്ടേയിരിക്കണം, റീഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് ദൈവത്തിന് നമ്മളെ തന്നെ അങ്ങ് സമർപ്പിക്കുകയാണ്. റീഡെഡിക്കേഷൻ നമുക്ക് വേണം. ഇന്ന് ഈ റീഡെഡിക്കേഷൻ നടക്കുന്നില്ല. നടക്കണം. എന്താ ഈ റീഡെഡിക്കേഷൻ നടക്കാത്ത? എന്റെ ജീവിതത്തിൽ യാതൊരു കുറവും ഇല്ല, ഞാൻ പരിശുദ്ധനാ, ഞാൻ വിശുദ്ധനാ. ഈ ഒരു ചിന്ത നമ്മളെ വരുമ്പോൾ യുക്തിയാണ് അവിടെ വരുന്നത്. അപ്പോൾ ദൈവവചനം പറയുന്നു, നമ്മൾ പുനഃപ്രതിഷ്ഠ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മെക്കുറിച്ചുള്ള ദൈവിക ലക്ഷ്യ പരിസമാപ്തിയിൽ നമ്മളെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് ഈ കഷ്ടത ദൈവം നമുക്ക് തരുന്നത്. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവിക ലക്ഷ്യ പരിസമാപ്തിയിൽ നമ്മളെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ്. അതാണ് 138 സങ്കീർത്തനത്തില് ഏറ്റവും ഒടുവിൽ ദാവീദ് പറയുന്നത്, അവൻ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഇല്ലേ? വായിച്ചില്ലേ? അവൻ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. അതിങ്ങനെയാണ് ഇംഗ്ലീഷ് വായിക്കുന്നത്, ദ ലോർഡ് വിൽ ഫുൾഫിൽ ഹിസ് പർപ്പസ് ഇൻ മീ. എന്നെ കുറിച്ചുള്ള ദൈവീക നിർണയങ്ങൾ അവൻ നിറവേറ്റും. എപ്പോഴാ നിറവേറ്റുന്നേ? ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ ജീവിതം കർത്താവിനായിട്ട് സമർപ്പിക്കുമ്പോൾ. 51 സങ്കീർത്തനം വായിക്കുമ്പോൾ അതൊരു സമർപ്പണമാണ്. ഏത് സങ്കീർത്തനം വായിച്ചാലും അത് ദൈവസന്നിധിയിൽ ദാവീദിന്റെ ഒരു സമർപ്പണമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഒരു തെറ്റും വന്നെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യത്തില്ല? അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരാജയമാണ്. അപ്പോൾ ദൈവവചനം നമ്മൾ വായിക്കാൻ വരുമ്പോൾ നീക്കേണ്ട കാര്യങ്ങളെല്ലാം നീക്കിയിട്ടേ പറ്റത്തുള്ളൂ. അത് നീക്കാത്തിടത്തോളം കാലം, അതിനൊരു പരിഹാരം കാണാത്തിടത്തോളം ഇത് നമുക്ക് ദൈവം വിശ്വസ്തയോടെ എനിക്ക് തരത്തില്ല. അവൻ എന്നെ വിശ്വസ്തനെണ്ണി എന്നെ അത് വരവേൽപ്പിക്കത്തില്ല. അപ്പൊ ഇത് നീക്കാനുള്ളത് നമ്മൾ നീക്കണം. അപ്പൊ നമ്മെക്കുറിച്ചുള്ള ദൈവിക ലക്ഷ്യ പരിസമാപ്തിയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയാണ് അത്. രണ്ടാമത്തെ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് ഇറ്റ്സ് എ ലൈഫ് ഓഫ് സഫറിങ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ജീവിതം എന്ന് പറയുന്നത് പരാജയത്തിന്റെ ജീവിതമാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? പരാജയത്തിന്റെ ജീവിതമാണ്. നമുക്കെന്തോ ആവശ്യം? നമുക്ക് എവിടെയും ജയമാണ് ആവശ്യം. പക്ഷെങ്കിൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകും. അവരുടെ ജീവിതം എപ്പോഴും പരാജയമായി. പക്ഷെ കർത്താവിൽ നമുക്ക് എന്തുണ്ടാകും? ആത്മീയമായിട്ട് നമുക്ക് എന്തുണ്ടാകും? ജയം ഉണ്ടാകും. പക്ഷെ ഈ ഭൂമിയിൽ പരാജയപ്പെടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഡിഫീറ്റ്. അതാണ് 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേദമെന്ന്. പക്ഷെ ആ ലാഭം എല്ലാം ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഛേദമെന്ന് എണ്ണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് ലഭിക്കുന്നുമില്ല. അപ്പോൾ ലാഭമായി വരേണ്ടത് അതെനിക്ക് വേണ്ട, നഷ്ടമെന്ന് എണ്ണാൻ നമുക്ക് മനസ്സുണ്ടെങ്കിലേ നമ്മളെ ഈ സ്ഥാനത്ത് ദൈവം നമ്മളെ ഉയർത്തത്തുള്ളൂ. ആത്മീയമായിട്ട് ദൈവം നമ്മളെ ഉയർത്തത്തുള്ളൂ. അപ്പോൾ അതും ഇതും തമ്മിലുള്ള ബന്ധം എന്താ? ഒരു വലിയ ബന്ധമുണ്ട്. അത് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ എന്താ ഈ അല്പം? കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ചെറിയ പ്രസംഗം കേട്ടു. പറഞ്ഞ ഇങ്ങനെയാണ്, ഈ അല്പത്തിൽ വിശ്വസ്തനാക്കുക എന്നുള്ളതാണ് വചനം. എടുത്തു പറയുന്നത് ഇങ്ങനെയാണ്, ആരാധനയ്ക്ക് ഒരു തോട്ട്സ് പറഞ്ഞാൽ മതി. അതെന്താണ്? അല്പം. നീ അതിൽ വിശ്വസ്തനാണെന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ സഭയില് പ്രസംഗിക്കാൻ നിർത്തും.
ആ പ്രസംഗിക്കുക എന്ന് പറയുന്നത് എന്താണ്? അധികം. അപ്പൊ നീ അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ ഇത് എവിടുന്ന് വന്ന ഈ ദിഗതിയൊക്കെ ആരാ കൊണ്ടുവന്നത്, എങ്ങനെ? അല്പത്തിൽ വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മാറ്റേഴ്സിൽ നീ വിശ്വസ്തനാണെങ്കിൽ, ഭൗതിക കാര്യങ്ങളിൽ നീ വിശ്വസ്തനാണെങ്കിൽ, അധികത്തിൽ ആത്മീക കാര്യത്തിൽ ഞാൻ നിന്നെ വിശ്വസ്തനെന്നെണ്ണി ഞാൻ നിന്നെ കാര്യങ്ങൾ പരിമേൽപ്പിക്കും, ഞാൻ നിന്നെ വിചാരകനാക്കുമെന്നാ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായിട്ട് നമുക്ക് പക്വത ലഭിക്കാത്തതും പരിജ്ഞാനം ലഭിക്കാത്തതും നമ്മളെ ഉപയോഗിക്കാത്തതിന്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഭൗതിക മേഖലകളിൽ നമ്മൾ ആരല്ല? വിശ്വസ്തരല്ല. സഹോദരിമാരെ ദൈവം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സഹോദരിമാരോടുള്ളതുകൊണ്ട് ഞാൻ പറയുക, നിങ്ങളെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന പ്രൈമറി സെക്ഷനുകളിൽ നിങ്ങൾ ആരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. എന്താ നിങ്ങളെ കുറിച്ചുള്ള പ്രൈമറി സെക്ഷൻ? പ്രാഥമികമായിട്ടുള്ളതൊക്കെ എന്താണ്? നമ്മുടെ പ്രൈമറി എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഭയാണ്, അല്ലേ? സഭ അല്ലെങ്കിൽ സഭയിലെ കാര്യങ്ങൾ, അത് ഇത് ആത്മീയ, ഇതൊന്നും തെറ്റാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ഇതൊന്നും തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. ഇനിയും റോമാലേഖനം 12-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഒരു വാചകമുണ്ട്, ഇപ്പൊ എടുക്കണ്ട, അത് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരാകും. നമുക്കറിയാവുന്ന വാക്യമാണ്. കഴിഞ്ഞ ദിവസവും ഒരു സഹോദരൻ ഇത് വിശദീകരിക്കുന്നത് ഞാൻ കേട്ടു. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരാകണം. എന്താ ഈ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ എന്ന് പറഞ്ഞാൽ? അത് മലയാളത്തിൽ നമുക്കത് വിശദീകരിക്കാനോ മനസ്സിലാക്കാനോ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് പൊരുൾ തിരിച്ചു കൊടുക്കുന്നവർ, തരുന്നവർ അത് ക്ലിയർ ആയിട്ട് തന്നാലേ പറ്റൂ. അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നോട്ട് സ്ലോത്ത്ഫുൾ ഇൻ ബിസിനസ്, മനസ്സിലായോ? നോട്ട് സ്ലോത്ത്ഫുൾ ഇൻ ബിസിനസ്, അല്ലെങ്കിൽ എന്താ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ. ഇപ്പൊ ഇത്രേ ഉള്ളൂ, എന്റെ പ്രൈമറി എയിമിൽ ഞാൻ മടുപ്പ് കാണിച്ചിട്ട് എനിക്ക് ആത്മാവിൽ എരിവുള്ളവനാകാനായിട്ട് പറ്റത്തില്ല. ഉപദേശിയാന്നേലും ശരി, മൂപ്പനാന്നേലും ശരി, ബൈബിൾ സ്കൂൾ പഠിപ്പിക്കും, എനിക്കൊരു പ്രൈമറി എയിം ഉണ്ട്. ദൈവം എന്നെ ഈ ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്വങ്ങളുണ്ട്, ഭൗതിക കാര്യങ്ങൾ. അതെന്റെ ഭാര്യ ആയിരിക്കാം, എന്റെ മക്കളായിരിക്കാം, എന്റെ കുടുംബമായിരിക്കാം. ഇനിയും എനിക്കൊരു ജോലി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ ജോലിയോടുള്ള ബന്ധത്തിൽ, പണമിടപാടിനോടുള്ള ബന്ധത്തിൽ, അവിടെ എല്ലാം ഞാൻ പക്ക വിശ്വസ്തനായിരിക്കണം. എന്നാലേ നിന്നെ ആത്മീയ കാര്യങ്ങളിൽ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? വിചാരകനാക്കത്തുള്ളൂ. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നോണം. നമ്മൾ അല്ലാതെ പോയാൽ, ആത്മാവിൽ എരിവുള്ളവനാകാൻ പോയാൽ, ഏതാ ബിസിനസ്സിൽ സ്ലോത്ത്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക കാര്യങ്ങളിൽ, ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അവിടെ നമ്മൾ വിശ്വസ്തത പുലർത്തണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോഴാണ് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതും ദൈവം നമുക്ക് കാര്യങ്ങൾ, ഇപ്പം ദൈവത്തിനൊരു, ഇപ്പൊ എന്നെ ദൈവം വിചാരകനാക്കണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിന് എന്നെ വിശ്വസ്തനെണ്ണി വിചാരകനാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്നിൽ ചില കാര്യങ്ങൾ ഭരമേൽപ്പിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ പറ്റുമോ? എനിക്ക് നിങ്ങളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം എനിക്ക് തന്നല്ലാതെ പറ്റൂ, തരാതെ പറ്റത്തില്ല. എനിക്ക് തന്നേ പറ്റൂ. എനിക്ക് തരണമെന്നുണ്ടെങ്കിൽ എന്നിൽ ചില റെഗുലേഷൻസ് ഉണ്ടായിരിക്കണം, എന്നിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കണം, എന്നിൽ ചില കാര്യങ്ങൾ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അല്ല എങ്കിൽ ഇത്രയും ഓർത്തിരുന്നോണം. അപ്പോൾ നമ്മൾ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ജീവിതം പരാജയത്തിന്റെ ജീവിതമാണെന്ന് എണ്ണാൻ എന്റെ യുക്തി എന്നെ അനുവദിക്കത്തില്ല, വിശ്വാസം എന്നെ അനുവദിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇച്ചിരി ലോജിക്കാണ്. ലോജിക്ക് അങ്ങനെ നമ്മൾ ചിന്തിച്ചാലേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ വചനം ചിന്തിച്ച് പഠിക്കുന്നവർക്ക് ലോജിക്ക് ആവശ്യമാണ്, വിശ്വസിക്കുന്നവർക്ക് ഇതിന്റെ ഒന്നും ഒരു ലോജിക്കിന്റെ ആവശ്യമില്ല. ദൈവത്തിന് എന്ത് പറയുന്നു ഞാനത് അംഗീകരിക്കും. ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും എണ്ണാൻ പറ്റിയിട്ടുണ്ടോ? ലാഭമായിരുന്നത് ഛേദമെന്ന് എണ്ണി നോക്കണം. ലാഭമായിരുന്നത് നമ്മളൊന്ന് നഷ്ടപ്പെടുത്തി നോക്കിക്കേ. നമ്മൾ ലാഭമായിരുന്നതിന്റെ ഇരട്ടി എങ്ങനെ കിട്ടാമെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ദൈവം നമ്മളെ ഇവിടെ ഉപയോഗിക്കുന്നത്? പൗലോസിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ലാഭമായിരുന്നത് ഛേദമെന്നെണ്ണാൻ പഠി. നമ്മൾ ഈ വാക്യമൊക്കെ കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്.
ഒരെണ്ണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടുണ്ടോ? ലാഭമായിരുന്നത് ചേതവൻ തന്നെ. എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നമുക്കൊരു പരാജയം. അപ്പൊ നമ്മളെ കാണുന്നവർ, ഒരു പക്ഷെങ്കിൽ നമ്മളെ നോക്കുന്നവർ, ഓ, അവന്റെ ജീവിതം ഒരു പരാജയത്തിന്റെ ജീവിതമാണ്, അവനെ കൊണ്ടൊന്നും ഒരു ഉപയോഗവും ഇല്ല, അവനെ സഭയെ ഉപയോഗിക്കുന്നില്ല, ആരും ഉപയോഗിക്കുന്നില്ല, അതൊരു പരാജയത്തിന്റെ ജീവിതമായിട്ട് അല്ലെങ്കിൽ ഒരു ഡിഫീറ്റിന്റെ ലൈഫായിട്ട് നമുക്ക് മനസ്സിൽ വന്നേക്കാം. ഒരിക്കലുമല്ല. ദൈവം നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി ദൈവം നമ്മളെ പരാജയപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. വി ആർ ബോണ്ട് സെർവൻസ്. കേവലം സെർവന്റ് അല്ല, ബോണ്ട് സെർവന്റ് ആണെന്ന് ബൈബിൾ പറയുന്നത്. സെർവന്റ് എന്ന് പറഞ്ഞാൽ ദാസൻ, ബോണ്ട് സെർവന്റ് എന്ന് പറഞ്ഞാൽ അടിമദാസൻ. ചിന്തിച്ച്, അപ്പൊ നമ്മൾ കേവലം ദാസന്മാരല്ല, വി ആർ ബോണ്ട് സെർവൻസ്. കൊലോസ് ലേഖനത്തിലും ഫിലേമന്റെ ലേഖനത്തിൽ വരുമ്പോൾ ഞാൻ അതൊന്ന് വിശദീകരിക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു എന്താണ്, പരാജയത്തിന്റെ ജീവിതമാണ്. ഒന്നാമത്തേത് ലൈഫ് ഓഫ് സഫറിങ്, രണ്ടാമത്തേത് ലൈഫ് ഓഫ് ഡിഫീറ്റ്, മൂന്നാമത്തേതെന്ന് പറയുന്നത് അവർ ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് ഫ്രസ്ട്രേഷൻ. ഫ്രസ്ട്രേഷന്റെ മലയാളം മോഹഭംഗം എന്നാണ്. മോഹഭംഗം. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ മോഹഭംഗത്തിന്റെ ജീവിതമാണ്. മോഹഭംഗം എന്ന് പറഞ്ഞാൽ മോഹത്തിന് ഭംഗം വരുത്തുന്ന ഒരു ജീവിതമായിരിക്കണം. ഒന്നാലോചിച്ച്, എന്താ ഈ മോഹഭംഗത്തിന്റെ ജീവിതം? ലളിതമായിട്ട് എന്തെങ്കിലും ഒരു ഉദാഹരണം. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ മോഹത്തിന് ഭംഗം വരുത്തി വെച്ചിട്ട് ജീവിക്കുന്നുണ്ടോ നിങ്ങൾ? റിയൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് വന്നാൽ കുഴപ്പമൊന്നുമില്ല. വരുന്നുണ്ട്, അത് ശരി, കറക്റ്റ്. സാക്ഷാൽ ഇസ്രായേലി, ഇവനിൽ കപടമില്ല. കർത്താവ് പറഞ്ഞ പോലെ അല്ലേ, നഥനയേലിനെ കുറിച്ച് പറഞ്ഞ പോലെ, അത് സത്യമാണത്. വരുന്നുണ്ട്, അത് അബദ്ധവശാ വരുന്നതാ, ഇല്ലേ? ഇപ്പൊ ഒരു ഉദാഹരണം, എന്റെ ഒരു സാക്ഷി ഞാനങ്ങ് പറയണ്ടെന്ന് വിചാരിച്ചതാണ്. ഞാൻ ഇന്ന് വരെ പുതിയൊരു വാഹനം മേടിച്ചിട്ടില്ല. ഞാൻ മേടിക്കുന്നതെല്ലാം സെക്കൻഡ് ഹാൻഡ്. ബോബി സാറിനെ വിളിച്ചുകൊണ്ട് ചോദിക്കാം, ഞാൻ പുതിയ വണ്ടി ഇന്ന് വരെ എനിക്ക് 98 ലൈസൻസ് തുടങ്ങി അന്ന് വണ്ടി ഇങ്ങനെ വാഹനം, ഞാൻ ഇന്ന് വരെ പുതിയൊരു കാർ മേടിച്ചിട്ടില്ല. എനിക്ക് കർത്താവ് ഒരു വണ്ടി മേടിക്കാൻ കാശ് തന്നാൽ ആ കാശിനുള്ളിലുള്ള വണ്ടി ഞാൻ മേടിക്കണം. ഞാൻ ആ കാശും ബാക്കി ലോണോടെടുത്ത് ഞാൻ മേടിച്ചു കഴിയുമ്പോൾ എന്റെ മോഹഭംഗ ജീവിതം മാറി മോഹത്തിന്റെ ജീവിതത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യുകയാണ്. ഒരു ഇത്ര സിമ്പിൾ ആയിട്ടൊരു കാര്യം, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവ്, എനിക്ക് വാഹനം മേടിക്കാൻ അങ്ങ് കാശ് തന്നു, ഞാൻ കുറച്ച് പൈസയുടെ ലോൺ ഇട്ട് ഞാൻ പുതിയൊരു വണ്ടി വാങ്ങി. അപ്പോൾ എന്റെ കയ്യിൽ 6 ലക്ഷം ഉണ്ടെങ്കിൽ ഞാനൊരു 8 ലക്ഷം കൂടെ ഞാൻ ലോൺ എടുത്തിട്ട് ഞാനൊരു 14 ലക്ഷം രൂപയുടെ വണ്ടി ഞാൻ മേടിച്ചു. ഇനി ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, എനിക്ക് പെട്രോൾ അടിക്കാനും കാശ് വേണം. ബാക്കി പറ, ഇതിൽ ഏതിന് കർത്താവ് ഉത്തരം തരും? ഇനിയും കർത്താവ് എനിക്ക് പെട്രോൾ അടിക്കാൻ കാശ് തരുന്നു, മറ്റേ കാശ് ഞാൻ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ ഞാൻ ലൈൻ വിട്ടു മാറുകയാണ്. അപ്പൊ ദൈവം നമ്മളെ കരുതുമെന്ന് പറയുമ്പോൾ കരുതുന്നതിൽ നമ്മൾ വിശ്വസിക്കുകയും സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യണം. നമ്മൾ മനസ്സിലായോ? നമ്മൾ ചിലത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് ദൈവത്തിന് എന്നെ കരുതിയെന്ന് പറയരുത്. ദൈവം നമ്മളെ കരുതും, തക്ക സമയത്ത് കരുതും. ദൈവം തരുന്നത് സഫീഷ്യന്റ് ആണ്. അറ്റ് പ്രസന്റിൽ കരുതി പോവാണ്. ആ പ്രസന്റിൽ കരുതി പോകുന്നതിനനുസരിച്ച് നമ്മൾ പൊക്കോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ന്യൂട്രലായിരിക്കും. എങ്ങനെയായിരിക്കും? ഗിയറിലല്ല, റിവേഴ്സിലും അല്ല, ന്യൂട്രലായിരിക്കും ജീവിക്കുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ പ്രൊവിഷൻ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അതായത് അറ്റ് പ്രസന്റ്. അതാണ് പൗലോസ് പറയുന്നത് ഫിലിപ്പ് ലേഖനത്തിൽ, ഞാനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? 4-ാം അധ്യായത്തില് ഞാൻ സമൃദ്ധിയായിട്ടിരിക്കുന്നത്. എവിടെ കിടക്കുക? കാരാഗ്രഹത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഈ കാരാഗ്രഹത്തിൽ എനിക്ക് വേണ്ടതെല്ലാം ദൈവം തക്ക സമയത്ത് തന്നോണ്ടിരിക്കുക. എന്താണ് എനിക്ക് വേണ്ടത്? എനിക്ക് എഴുതാനുള്ള പേന വേണം, എഴുതാനുള്ള പേപ്പർ വേണം, അല്ലെ ചർമ്മലിഖിതം വേണം, അതിരിക്കാനുള്ള അല്ലെങ്കിൽ അത് എഴുതാനുള്ള വേണമെങ്കിൽ പ്രായമായ മനുഷ്യനല്ലേ, വേണമെങ്കിൽ ഒരു ചെറിയൊരു നാൽക്കാലി വേണം, അല്ലെങ്കിൽ ഒരു പീഠം വേണം,
എല്ലാം അതിനുള്ള എല്ലാ സെറ്റപ്പും ദൈവം എനിക്കിവിടെ, നമ്മളായിരുന്നല്ലോ ആദ്യം മുനിസിപ്പൽ കൗൺസിലറെ വിളിക്കും അല്ലെ, നമ്മുടെ കാര്യം പറയുകയാണ്. എത്രയും പെട്ടെന്നെന്നുള്ളതേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ പൗലോസ് പറയുകയാണ് ഐ എം സഫിഷ്യന്റ്. അതിനാണ് പറഞ്ഞത് ഉള്ളത് കൊണ്ട് ഇത് നമുക്ക് പറ്റുമോ? സത്യമായിട്ടൊന്ന് പറഞ്ഞു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ, ഉള്ളത് കൊണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരിക്കൽ നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാഞ്ഞത് കൊണ്ടാണ്. ലോജിക്ക് മനസ്സിലായോ? ഒരിക്കൽ നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഒത്തിരി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോ എങ്ങനെ ഇരിക്കുന്നത്? തൃപ്തിയായിട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് മെറ്റീരിയലാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അതാ പറഞ്ഞ അന്നത്തേക്കുള്ളത്, അതിനകത്ത് അന്നത്തെ ദോഷം മതി. എന്ത് ഇതിന്റെ അർത്ഥം? അന്നത്തെ ദോഷം മതി എന്ന് പറഞ്ഞാൽ കണ്ടന്റ് വാട്ട് വി ഹാവ്. അതാ പറഞ്ഞേ തിമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോ ഉപദേശിയോട് പറയുക, ഒരു ഉപദേശിയെ പഠിപ്പിക്കാൻ, അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാനും. എന്താ അതിന്റെ അർത്ഥം? അഹംഭാവം അല്ല, അലംഭാവം. അലംഭാവം എന്ന് പറഞ്ഞാൽ കണ്ടന്റ്മെന്റ്, ഉള്ളത് മതി എന്നുള്ള ഭാവം, അതാണ് അലംഭാവം. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിലാണ് പറയുന്നത്. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതിനും എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് ഓരോ ദിവസവും തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോയാൽ ഒരുപാടുള്ളതിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ജീവിതം എന്ന് പറയുന്നുണ്ടല്ലോ ഭയങ്കരമായിരിക്കും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ കാണുന്നവർക്കെല്ലാം അസൂയയായിരിക്കും. അതാണ് ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാലുള്ള പ്രത്യേകത. നമ്മളെ കാണുന്നവർക്ക് അസൂയ തോന്നും. അതാണല്ലോ ദൈവം പണ്ട് വെച്ച ലേവി ഗോത്രത്തിന്റെ വ്യവസ്ഥ. എല്ലാവർക്കും അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ലേവി ഗോത്രത്തിന് പറയാനുണ്ടോ അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണെന്ന്? എനിക്ക് എന്ത് വീണില്ല? എനിക്ക് വേണ്ടി അളവ് നൂല് വീണില്ല. എന്റെ അളവ് നൂല് ആരാ? ദൈവമാ. ഞാൻ പോകുന്നിടത്തോട്ട് അളവ് നൂല് വിരിക്കാൻ പറ്റിയ ഒരു ദൈവമാ എന്റെ ദൈവം. മറ്റവർക്കോ ആ അളവ് നൂലിന്റെ അകത്ത് ചട്ടക്കൂട്ടിനകത്ത് ഇരുന്നോണം. പക്ഷെ നീ പോകുന്നിടത്തൊക്കെ നിന്റെ അളവ് നൂല് നിന്റെ ദൈവമാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചേ. ഇപ്പൊ ദൈവത്തിന്റെ കരുതൽ ദൈവദാസനോടുള്ള ബന്ധത്തിൽ എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. 12 ഗോത്രത്തിനും ഒരു 10 സെന്റ് വെച്ച് കൊടുത്തതെന്ന് വിചാരിച്ചോളൂ. 12 ഗോത്രത്തിന് 10 സെന്റ് വെച്ച് കൊടുത്തിട്ട് പറയുകയാണ് ഈ 11 സെന്റുകൾ അല്ലെങ്കിൽ 11 ഗോത്രക്കാരും ഓരോ സെന്റ് വെച്ച് ആർക്ക് കൊടുക്കണം? ലേവിക്ക് കൊടുക്കണം. അപ്പൊ ലേവിക്ക് എത്ര സെന്റായി? ലേവി 12ാമത്തേതാ. അപ്പൊ ലേവിക്ക് എത്ര സെന്റ് കിട്ടി? 11. ബാക്കിയുള്ളവർക്കൊക്കെ എത്ര വെച്ച് കിട്ടി? അതാണ് ഉപദേശിമാരുടെ പ്രത്യേകത. അതാണ് കർത്താവിന്റെ ദാസന്മാരുടെ പ്രത്യേകത. അപ്പം പറഞ്ഞു നിനക്കെന്തില്ല? ഓഹരിയില്ല. താങ്ക് യു ലോർഡ്. തൃപ്തിപ്പെടുക. പോരാ, അവർക്ക് കൊടുക്കുന്നതിന്റെ പകുതി എങ്കിലും എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നിനക്ക് എത്ര കിട്ടിയേനെ? 9ന്റെ പകുതി അല്ലെ കൊടുക്കുകയും വേണമല്ലോ. അപ്പൊ 9ന്റെ പകുതി എത്ര കിട്ടിയേനെ? അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഞരങ്ങിയുള്ള ജീവിതം നമ്മൾ നയിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ള ആത്മീക പാഠം. ഇതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ഓരോ ദൈവദാസന്മാരും പഠിക്കണം, കർത്താവിന്റെ ദാസന്മാർ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനാ പറയുന്നേ ദൈവം നമ്മളെ വിചാരിക്കുന്നതിലും നനയ്ക്കുന്നതിലും എല്ലാവർക്കും ബാധകമാകുന്നത്. നമുക്ക് എല്ലാവർക്കും ആ വാക്യം എടുക്കാൻ പറ്റുമോ? ആർക്കാ എടുക്കാൻ പറ്റുന്നേ? ഇതിനെക്കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നവർ അത് അംഗീകരിക്കുന്നവരിലൂടെ ദൈവം ഈ കാര്യങ്ങൾ നിറവേറ്റാൻ തയ്യാറായിട്ട് ദൈവം നിൽക്കുക. ആരുണ്ട് അതിനു വേണ്ടി? ഇതാണ് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. ഒരു കംപ്ലീറ്റ് കമ്മിറ്റ്മെന്റ് ആണ് ദൈവം നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ വേല ചെയ്യുന്നവരിലൂടെ ഒരു കംപ്ലീറ്റ് കമ്മിറ്റ്മെന്റ്. നമുക്ക് ഒരു കുറവും മറ്റുള്ളവരെക്കാൾ അധികമായിട്ട് ദൈവം നമുക്ക് തരാൻ ദൈവം ബാധ്യസ്ഥന. ദൈവം നമുക്കത് ആവശ്യമെങ്കിൽ തരും. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം ആത്മീകമായിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പരാജയത്തിന്റെ ജീവിതമാണ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതം. അത് എങ്ങനെയാണ്? അതെങ്ങനെ? നമ്മൾ വിചാരിക്കും പരാജയത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അങ്ങ് പോയി. അതല്ല ഇവിടെ പറയുന്നത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ മോഹഭംഗത്തിന്റെ ജീവിതമാണ്. അപ്പോൾ നമ്മളുടെ മോഹങ്ങൾക്ക് നമ്മൾ തന്നെ എന്തോ വരണം? ഭംഗം വരണം. സാധു കൊച്ചു കുഞ്ഞുപദേശി അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം എല്ലാവരും ഇങ്ങനെ ഒരു കടയുടെ ചുറ്റും നിന്ന് പൂവമ്പഴം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സാധു കൊച്ചു കുഞ്ഞുപദേശിയോട് ചോദിച്ചു, എന്താ എന്താ പൂവമ്പഴം കഴിക്കാതെ? എനിക്ക് പൂവമ്പഴം വേണ്ട. അതെന്താ പൂവമ്പഴം കഴിച്ചാൽ എന്താ ചുമയോ പ്രയാസം? ഒന്നുമില്ല. അവസാനം അദ്ദേഹം ഉത്തരം പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? പൂവമ്പഴമാണ്. മോഹഭംഗം പറ്റുമോ നമ്മളെ കൊണ്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടം പൂവമ്പഴമാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല. പറ്റുമോ നമ്മളെ കൊണ്ട്? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വേണ്ടാന്ന് വെക്കാൻ? ലാഭമായിരുന്നത് ഛേദമെന്ന് എണ്ണുക എന്ന് പറഞ്ഞാൽ അതൊരു മോഹഭംഗത്തിന്റെ ജീവിതമാണ്. എനിക്കിഷ്ടമുള്ളത്, എനിക്ക് എന്റെ ആഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എഴുന്നേറ്റ് എന്ന് പറയും, ഓ ഇന്ന് വരെയുള്ള എന്റെ ജീവിതത്തിൽ എന്റെ ആഗ്രഹങ്ങളെല്ലാം ദൈവം എനിക്ക്, അതല്ല ദൈവം നമ്മളെ കുറിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്ന ഒരു ദൈവത്തെ അല്ല നമുക്ക് വേണ്ടത്. എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി തന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ ഇഷ്ടത്തിനാണോ ഞാൻ ഇവിടെ ജീവിക്കുന്നത്? ദൈവം നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരും, യാതൊരു സംശയവുമില്ല. അപ്പോസ്തലനായ പൗലോസ് ആ കാലത്ത് താൻ നടന്നും ഏതെല്ലാം അന്നത്തെ ഏറ്റവും കൂടിയ അല്ലെങ്കിൽ കപ്പലുകളിൽ താൻ യാത്ര ചെയ്യത്തക്ക രീതിയിൽ ദൈവം തന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. താൻ അധ്വാനം ചെയ്തു, താൻ കൈകൊണ്ട് അധ്വാനിച്ചു, സഭകൾ തനിക്ക് കൊടുത്തു, എത്രയോ തന്റെ കൂടാളിനെ കൊടുത്തു. എന്നാലോചിച്ച് നോക്കിയേ, തനിക്ക് രോഗമുണ്ട്, പ്രയാസമുണ്ട്, രോഗം മാറ്റുന്നില്ല, പക്ഷെ ഡോക്ടറെ കൂടെ കൊണ്ട് നടക്കാൻ വിടുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ദൈവം. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല ഒരു പാഠം ഫിലിപ്പ് ലേഖനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. കൊലോസ്യ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. കൊലോസ്യ ലേഖനം നമ്മുടെ കർത്താവിന്റെ സുപ്രീമസിയെ കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതിൽ 3 വിഷയങ്ങളാണ് കൊലോസ്യ ലേഖനത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഡോക്ട്രിൻ, ഉപദേശം, ഡോക്ട്രിൻ. രണ്ടാമത്തെ കാര്യം ഡേഞ്ചർ, അപകടം. മൂന്നാമത്തെ കാര്യം ഡ്യൂട്ടി, കർത്തവ്യം. ഈ 3 കാര്യത്തിൽ നമുക്ക് കൊലോസ്യ ലേഖനം ഒതുക്കാം. ഒന്നാമത്തേത് ഡോക്ട്രിൻ, ഡേഞ്ചർ, ഡ്യൂട്ടി. ഉപദേശം, അപകടം, കർത്തവ്യം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഈ ഒരു പോയിന്റിലാണ് കൊലോസ്യ ലേഖനം മുന്നോട്ട് പോകുന്നത്. ആദ്യത്തേത് 1-ാമത്തെ അധ്യായം, രണ്ടാമത്തേത് 2-ാമത്തെ അധ്യായം, മൂന്നാമത്തേത് 3-4 അധ്യായങ്ങൾ. 1-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിന്റെ മുൻകാല മഹിമയുടെ പ്രഖ്യാപനമാണ്. ഓക്കെ, 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ മുൻകാല മഹിമയുടെ പ്രഖ്യാപനം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മുൻകാല മഹിമയുടെ പ്രതികരണമാണ്. മുൻകാല മഹിമയുടെ പ്രതികരണം അല്ലെങ്കിൽ മുൻകാല മഹിമ അത് ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ്, അതിന്റെ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുകയാണ് പ്രതികരണം. മൂന്നാമത്തേത് കർത്തവ്യത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിന്റെ പ്രീ എമിനൻസ്, അതായത് മുൻകാല മഹിമ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് പ്രകടനത്തിലൂടെ, അത് നമ്മളുടെ കർത്തവ്യത്തിലൂടെ ക്രിസ്തുവിന്റെ മുൻകാല മഹിമ പ്രകടമാകണം. ഒന്ന് ക്രിസ്തുവിന്റെ മുൻകാല മഹിമയുടെ പ്രഖ്യാപനം, 2 പ്രതികരണം, 3 പ്രകടനം. എല്ലാം മുൻകാല മഹിമയാണ്. ഇംഗ്ലീഷിൽ ക്രൈസ്റ്റ് പ്രീ എമിനൻസ് ഡിക്ലയർഡ്, 2 ക്രൈസ്റ്റ് പ്രീ എമിനൻസ് ഡിഫെൻഡഡ്, 3 ക്രൈസ്റ്റ് പ്രീ എമിനൻസ് ഡെമോൺസ്ട്രേറ്റഡ്. അത് പ്രകടിപ്പിച്ചിരിക്കുക. പ്രഖ്യാപനം, പ്രതികരണം, പ്രകടനം. അതില് 4 കാര്യങ്ങളാണുള്ളത്. അതിൽ 4 കാര്യങ്ങൾ. ഈ 1-ാമത്തേത് ചാപ്റ്റർ 1-ല് ഈ മുൻകാല മഹിമയുടെ പ്രഖ്യാപനം 4 തലങ്ങളിലാണ് പൗലോസ് അത് വിശദീകരിച്ചു തരുന്നത്. ഒന്ന് ഗോസ്പൽ മെസ്സേജിലൂടെ, സുവിശേഷത്തിലൂടെ അത് വിശദീകരിച്ചു തരികയാണ്. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. കൊലോസ്യ ലേഖനം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ്. വാട്ട് ഈസ് ഗോസ്പൽ? സുവിശേഷം ഒരു വ്യക്തിയാണ്. ഗോസ്പൽ ഈസ് എ പേഴ്സൺ. 2 സുവിശേഷം എന്ന് പറയുന്നത് ഒരു റിയൽ ഹിസ്റ്ററിയാണ്. നോട്ട് എ ഹിസ്റ്ററി, ഇറ്റ്സ് എ റിയൽ ഹിസ്റ്ററി. അതായത് ഒരു സംഭവ ചരിത്രമാണ്. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, ഒരു സംഭവ ചരിത്രമാണ്. 3 ഒരു നല്ല വാർത്തയാണ്. ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. അതൊരു നല്ല വാർത്തയാണ്. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്,
ഒരു സംഭവ ചരിത്രമാണ്, ഒരു നല്ല വാർത്തയാണ്. ഇതെല്ലാം 1-ാം അധ്യായത്തിൽ തന്നെ വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനിയും സുവിശേഷം സത്യവചനമാണ്. സുവിശേഷം സത്യവചനമാണ്. 1:3 അതുകൊണ്ട് സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി. അപ്പൊ സുവിശേഷം സത്യവചനമാണ്. അടുത്തത് സുവിശേഷം സാർവത്രികമാണ്. ഗോസ്പൽ ഈസ് യൂണിവേഴ്സൽ. അതൊരു സാർവത്രികമാണ്. 1:6 അത് പറയുന്നുണ്ട്. സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ. 3 ദൈവകൃപയുടെ സുവിശേഷം. ദൈവകൃപയുടെ സുവിശേഷം. അപ്പോൾ നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. ഇത് ദൈവകൃപയുടെ സുവിശേഷമാണ്. അടുത്തത് ഫലം കായ്ക്കുന്ന സുവിശേഷം. ഫലം കായ്ക്കുന്ന സുവിശേഷം. അപ്പൊ ഈ സത്യവചനമാകുന്ന സുവിശേഷത്തിലൂടെ ആളുകളെ രക്ഷയിലേക്ക് നയിക്കുവാൻ ആണ് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവവചനമാണ് സുവിശേഷം. ആ ദൈവവചനത്തിലൂടെ, ദൈവകൃപയിലൂടെ, അപ്പോൾ നമ്മൾ ദൈവവചനത്തിലും ദൈവകൃപയിലും പരിപൂർണമായിട്ട് ആശ്രയിച്ച് ഒരാളോട് സുവിശേഷം പറയുമ്പോൾ അവിടെ ഫലമുണ്ടാകും. അതാണ് ഫലം കായ്ക്കുന്ന സുവിശേഷം എന്ന് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 1:23 പ്രത്യാശ നൽകുന്ന സുവിശേഷം. പ്രത്യാശ നൽകുന്ന സുവിശേഷം. അപ്പോൾ സുവിശേഷത്തിന്റെ അനന്ത സാധ്യതകളെ കുറിച്ചാണ് 1-ാം അധ്യായത്തിൽ 1-ാമത്തെ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. 2-ാമത്തെ പോയിന്റ് അല്ലെങ്കിൽ 2-ാമത്തെ കാര്യം, എങ്ങനെയാണ് കർത്താവിന്റെ മുൻകാല മഹിമ പ്രഖ്യാപിച്ചത്? 2-ാമത്തെ തലം. 1-ാമത്തേത് സുവിശേഷത്തിലൂടെ, ഗോസ്പൽ മെസ്സേജിലൂടെ. അപ്പോൾ ഞാനൊരു സുവിശേഷത്തിന്റെ വക്താവെന്ന് പറഞ്ഞാൽ ഞാൻ യേശുക്രിസ്തുവിന്റെ മുൻകാല മഹിമ പ്രഖ്യാപിക്കുന്നയാളാണ്. അതിനാണ് പൗലോസ് പറഞ്ഞ വി ആർ ദ അംബാസഡേഴ്സ് ഫോർ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാണ് പൗലോസ് പറയുകയാണ്. അപ്പോൾ ആ ദൈവദാസന്മാർക്കുള്ള ആ ശ്രേഷ്ഠത, നമ്മളെ കുറിച്ച് ഒരു ദിശാബോധം നമുക്കുണ്ടാകണം. പൗലോസ് അതുണ്ടായിരുന്നു. 2-ാമത്തേത് ഇൻ റിഡംഷൻ, വീണ്ടെടുപ്പിൽ. ഇൻ റിഡംഷൻ, വീണ്ടെടുപ്പിലൂടെ. 1-ാം അധ്യായത്തിന്റെ 13 മുതൽ 14 വരെ. റിഡംഷൻ, വീണ്ടെടുപ്പ്. റിഡംഷൻ 1:13 മുതൽ 14 വരെ. മറ്റേത് 1:1 മുതൽ 12 വരെയാണ്. വീണ്ടെടുപ്പ്. ഈ വീണ്ടെടുപ്പ്, റിഡംഷൻ, അതിന് 3 ഗ്രീക്ക് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം കുറച്ച് ഗ്രീക്കൊക്കെ അറിഞ്ഞിരിക്കണം. 3 ഗ്രീക്ക് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് റിഡംഷൻ. അതിൽ 1-ാമത് ഉപയോഗിച്ചിരിക്കുന്നത് അഗോറാസോ എന്നൊരു പദമാണ്. മലയാളത്തിൽ തന്നെ എഴുതിക്കോ, ഇംഗ്ലീഷിൽ എഴുതുന്നവർ അങ്ങനെ എഴുതിക്കോ. അഗോറാസോ. ഗ്രീക്കിൽ എഴുതുന്നവർ ഗ്രീക്കിൽ എഴുതിക്കും. ആൽഫ, ഗാമ, ഒമിക്രോൺ, റേ, ആൽഫ, സീറ്റ, ഒമിക്രോൺ. സ്പെല്ലിങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അത് കൂട്ടി വായിക്കുമ്പോൾ അഗോറാസോ എന്ന് പറഞ്ഞാൽ ബൈങ് ഫ്രം ദ മാർക്കറ്റ്. അതാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് വാങ്ങുക, വില കൊടുത്ത് വാങ്ങുക, വിലയ്ക്ക് വാങ്ങുക എന്നാണ് വീണ്ടെടുക്കുക അല്ലെങ്കിൽ റിഡംഷൻ എന്ന വാക്കിന്റെ അർത്ഥം. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ നല്ലതായിരുന്നു. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓർത്തിരുന്നോണോ. അഗോറാസോ, ബൈങ് ഫ്രം ദ മാർക്കറ്റ്. 2, വേറൊരു പദം ഉപയോഗിക്കാറുണ്ട്, എക്സാഗറാസോ. അല്ലെങ്കിൽ അഗോറാസോയുടെ മുമ്പിൽ കൂടെ ചേർത്താൽ മതി. എക്സാഗറാസോ. എക്സാഗറാസോ വീണ്ടെടുപ്പിന് ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു പദമാണ് എക്സാഗറാസോ. എന്ന് പറഞ്ഞാൽ ബൈങ് ഫ്രം ദ മാർക്കറ്റ് എന്ന് മാത്രമല്ല, ഒരു മീനിങ് കൂടെ ഉണ്ട്. നോ മോർ സെയിൽ. ഇനി എന്തില്ല? ഒരു കച്ചവടവും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചു. അപ്പൊ കർത്താവിന്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഇനി എനിക്ക് എന്തില്ല? ഇനി അവൻ എന്നെ കൊണ്ടുപോകാനുള്ള പറ്റത്തില്ല. അതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന രക്ഷ നിത്യരക്ഷയാണ്. ദൈവം തന്നിരിക്കുന്ന വീണ്ടെടുപ്പ് നിത്യമാണ്. അപ്പോൾ സത്യവചനത്താൽ, സുവിശേഷത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്. അവനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. 2, ഇനി നോ മോർ സെയിൽ. ഇനി വിൽപ്പനയില്ല. നോ മോർ സെയിൽ. 3-ാമതൊരു വാക്കുകൂടുണ്ട്. ഒരു വാക്കുകൂടെ ഈ റിഡംഷന് ഗ്രീക്കിൽ ഉപയോഗിക്കാറുണ്ട്. ആ വാക്ക് ലൂട്രോ. LUTRO. ലൂട്രോ. മലയാളത്തിൽ തന്നെ അറിയാം. അങ്ങനെയുള്ളവർ അങ്ങനെ അങ്ങ് എഴുതിക്കും. ലൂട്രോ എന്നൊരു പദമാണ് ഉപയോഗിക്കുന്നത്. ലൂട്രോ എന്ന് പറഞ്ഞാൽ
ബൈയിങ് ഫ്രം ദ മാർക്കറ്റ് എന്നുണ്ട്, അതായത് മാർക്കറ്റിൽ നിന്ന് വാങ്ങി. നോ മോർ സെയിൽ. ഇനിയും ഈ ലൂട്രോ എന്നുള്ള പദം ഒരു അർത്ഥം കൂടെ കൂടി ചേർക്കുകയാണ്, സെൻഡ് ഫ്രീ. നല്ല സെൻഡ് ഫ്രീ, ഫ്രീ ആയിട്ട് വിട്ടു, അതായത് സ്വതന്ത്രനായിട്ട് വിട്ടേക്കുക. അപ്പൊ റിഡംഷന്റെ വാക്കിന്റെ അർത്ഥം നോക്കിയ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന ഇത്രയും പദങ്ങൾ ചേർത്തൊന്ന് പഠിക്കുമ്പോൾ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി, ഇനി കർത്താവിന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിപ്പാൻ, അങ്ങനെയല്ലേ വായിക്കുന്നേ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ, ഇനി എന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു, കാരണം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിലയ്ക്ക് വാങ്ങിയതാണ്, എന്റെ ചങ്കിലെ ചോരയാൽ ഞാൻ വിലയ്ക്ക് വാങ്ങി. നോ മോർ സെയിൽ. അത് മാത്രമാണോ, എന്നെ എന്ത് ചെയ്തു, സ്വതന്ത്രനാക്കി. സ്വാതന്ത്ര്യത്തിന്, അല്ലേ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങി. നോ മോർ സെയിൽ, നമ്മളെ സ്വതന്ത്രരാക്കി. പക്ഷേ ഈ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. ഈ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. അതാണ് പ്രവചനത്തിൽ, യെരമ്യാ പ്രവചനത്തിൽ, യെശയ്യാ പ്രവചനത്തിലൊക്കെ വചനത്തോടുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുന്നില്ല. അതാണ് വചനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് പേരുണ്ടായിരിക്കും. അത് ദൈവാത്മാവ് നമുക്ക് തക്ക സമയത്ത് തരും. തരണമെന്നുണ്ടെങ്കിൽ ഇത് A to Z നമ്മൾ അറിഞ്ഞിരുന്നാലേ പറ്റത്തുള്ളൂ, ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ്. അപ്പോൾ ദൈവാത്മാവ് കൃത്യമായിട്ട് നമുക്കത് ലിങ്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ റിഡംഷൻ, അപ്പോൾ വീണ്ടെടുപ്പിലൂടെ കർത്താവിന്റെ ആ ശ്രേഷ്ഠത വെളിപ്പെടുത്തുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഇൻ ക്രിയേഷൻ, സൃഷ്ടിയിൽ. നാലാമത്തേത് ഇൻ ചർച്ച്, സഭയിൽ. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, മുന്നോട്ട് ഓടുകയാണ്. ഇൻ ചർച്ച്, സഭയോടുള്ള ബന്ധത്തിൽ, സഭയിൽ ദൈവത്തിന്റെ മഹിമ. 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെ ലളിതമായിട്ട് ആ വാക്യങ്ങൾ ഇതിന്റെ ബേസിസിൽ ഈ ഔട്ട്ലൈൻ വെച്ച് നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. 1-18 മുതൽ 21 വരെ. 5 ക്രിസ്തുവിന്റെ മുൻകാല മഹിമ വെളിപ്പെടുത്തിയ മറ്റൊരു രംഗം. 1-ാം അധ്യായത്തിന്റെ 24 മുതൽ 29 വരെ പൗലോസിന്റെ ശുശ്രൂഷയിലൂടെ, ഇൻ പോൾസ് മിനിസ്ട്രി. അതിനാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം. ആ വാക്ക് നോക്കിയ ഉദ്യോഗം, സുവിശേഷകന, പക്ഷെ പൗലോസ് പറയുക, ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയാ, അതിന് മുമ്പ് പറയുക, ക്രിസ്തുവിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ ഞാൻ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു, പൂരിപ്പിക്കുന്നു. അവിടെ കുറവ് സംഭവിച്ചതല്ല അവിടെ പറയുന്നത്, എന്ന് പറഞ്ഞാൽ എന്നെയും ആ വീണ്ടെടുപ്പിന്റെ മിനിസ്ട്രിയിലേക്ക് ചേർത്തെന്ന് പൗലോസിനെ. അപ്പം നമ്മള് കുറഞ്ഞ പുള്ളികളല്ലോ. അപ്പൊ നമ്മളുടെ ആ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം താഴ്മയോടെ കർത്താവിന് വേണ്ടി നമ്മൾ ശുശ്രൂഷ ചെയ്യും എന്നുള്ളതാണ്. 2-ാമത്തെ അധ്യായം, ചാപ്റ്റർ 2, ക്രിസ്തുവിന്റെ മുൻകാല മഹിമയുടെ പ്രതികരണം, അല്ലെ, ക്രൈസ്റ്റ് പ്രീ എമിനൻസ് ഡിഫെൻഡഡ്. 2 കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. ഒന്ന്, രണ്ടും ബിവെയർ, സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. ഒന്ന്, വ്യാജ ഉപദേശങ്ങളെ സൂക്ഷിക്കണം. ഏറ്റവും കൂടുതൽ ദുരുപദേശം വന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ്, ഓർത്തിരിക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വ്യാജോപദേശങ്ങളെ സൂക്ഷിക്കുക, അതായത് ദുരുപദേശങ്ങളെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാക്കുണ്ട്, പാഷാണ്ഡോപദേശങ്ങളെ സൂക്ഷിക്കുക. പാഷാണ്ഡോപദേശം, അത് ദുരുപദേശത്തിന് പറയുന്നത്. പണ്ട് ഈ ദുരുപദേശക്കാരെ പറയുന്ന പാഷാണ്ഡ മതക്കാരെന്നാ പറയുന്നത്, അല്ലേ? പാഷാണ്ഡ മതക്കാർ, വ്യാജ ഉപദേശം. അപ്പോൾ നമ്മൾ സത്യത്തിന്റെ വചനം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. സത്യവചനം, അതിനാണ് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞത്, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് നീ പ്രസംഗിക്കണം. റൈറ്റ്ലി ഡിവൈഡ്, അങ്ങനെ റൈറ്റ്ലി ഡിവൈഡ് എന്ന് പറഞ്ഞാൽ തുല്യാദോഷമായിട്ട് ദൈവവചനം വിഭാഗിക്കുവാൻ നമ്മൾ അറിഞ്ഞിരിക്കണം.
അപ്പോൾ ഈ വ്യാജ ഉപദേശത്തിൽ നമ്മളും അകപ്പെടാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ നമ്മൾ എത്ര സൂക്ഷ്മതയോടെ ദൈവവചനം പഠിക്കേണ്ടവരാ. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ കിട്ടിയെന്ന് പറഞ്ഞങ്ങ് തട്ടി തകർത്തേക്കരുത് കേട്ടോ. വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. അത് നമ്മൾ എന്തെങ്കിലും ക്രിസ്തുവിന്റെ മഹത്വത്തിന് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആ മുൻകാല മഹിമയ്ക്ക് എന്തെങ്കിലും ഒരു കോട്ടം തട്ടുന്ന സാധനം ഞാൻ പറഞ്ഞാൽ ഞാൻ ഡിഫെൻഡ് ചെയ്യുകയാണ്, പ്രതികരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് എത്രമാത്രം സൂക്ഷിക്കണം. 2, ബിവെയർ ഓഫ് മാൻമെയ്ഡ് ഡിസിപ്ലിൻസ്, അതായത് മനുഷ്യനിർമ്മിതമായ ചട്ടങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. മനുഷ്യനിർമ്മിതമായ ചട്ടങ്ങൾ, മാൻമെയ്ഡ് ഡിസിപ്ലിൻസ്, മനുഷ്യനിർമ്മിതമായ ചട്ടങ്ങൾ. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരുപാട് ചട്ടങ്ങൾ ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് എംപ്റ്റി ഡിസീറ്റ്, അതാ പറയുന്നത് വ്യാജോപദേശങ്ങൾ. ബിവെയർ ഓഫ് എംപ്റ്റി ഡിസീറ്റ് ആൻഡ് ഫിലോസഫി. അതിന് 2:8 തത്വജ്ഞാനവും വെറും വഞ്ചനയും. അതിന് പറയുന്ന വാക്കാണ് ബിവെയർ ഓഫ് എംപ്റ്റി ഡിസീറ്റ് ആൻഡ് ഫിലോസഫി. തത്വജ്ഞാനവും വെറും വഞ്ചനയും. അപ്പൊ ഇത് രണ്ടും നമ്മൾ സൂക്ഷിക്കണം. 4 വാർണിങ്സ് ആണ് 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ് 4 വാണിംഗ്, മുൻകരുതലുകൾ പറയുകയാണ്. 4 മുൻകരുതലുകൾ. അതിൽ ഒന്നാമത്തേത് 4-ാമത്തെ വാക്യത്തിലാണ്, ആരും നിങ്ങളെ ചതിക്കരുത്. ആരും നിങ്ങളെ ചതിക്കരുത്. നോ വൺ, അതായത് ലെറ്റ് നോ വൺ ഡിസീറ്റ് യു. ആരും നിങ്ങളെ ചതിക്കരുത്. 4-ാമത്തെ വാക്യം. 2, ലെറ്റ് നോ വൺ ചീറ്റ് യു. ഒന്നാമത്തെ ഡിസീവ് ആണ്, 2-ാമത്തെ ചീറ്റിംഗ് ആണ്. ചീറ്റ് യു. ഒന്നാമത്തേത് ചതിക്കുക, 2-ാമത്തേത് കവർച്ച, കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിക്കണം. ഒന്നാമത്തേത് ചതിക്കുക, 2-ാമത്തേത് ആരും നിങ്ങളെ കവർച്ച ചെയ്യരുത്, കവർന്ന് കളയരുത്. ഒന്നാമത്തെ ഡിസീവ് ആണ്, 2-ാമത്തെ ചീറ്റാണ്. 2-2 ഡിസീവിങ്ങും ചീറ്റിങ്ങും ഉണ്ട്. 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. 2-ന്റെ 4-ഉം 8-ഉം. 4-ൽ ചതിക്കുക എന്നുള്ള വാക്കുണ്ട്, 8-ൽ കവർന്ന് കളയുക എന്നുള്ള വാക്കുണ്ട്. അപ്പോൾ നമ്മളെ ആരും ഡിസീവ് ചെയ്യരുത്, നമ്മളെ ആരും ചീറ്റ് ചെയ്യാനും ഇടയാവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് പൗലോസ് പറയുന്നത്. 3-ാമത്തേത് ലെറ്റ് നോ വൺ ജഡ്ജ് യു. ആരും നിങ്ങളെ വിധിക്കരുത്. ലെറ്റ് നോ വൺ ജഡ്ജ് യു. ആരും നിങ്ങളെ വിധിക്കരുത്. 16-ാമത്തെ വാക്യം, ലെറ്റ് നോ വൺ ജഡ്ജ് യു. 4-ാമത്തെ പോയിന്റ്, അവസാനത്തേത് ലെറ്റ് നോ വൺ ഡിഫ്രോഡ് യു. ഡിഫ്രോഡ്, DEFRAUD. ആരും നിങ്ങളെ തെറ്റിക്കരുത്. അതിന് 18-ാമത്തെ വാക്യത്തിലാണ്, ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. ഡിഫ്രോഡ്, വിരുത് തെറ്റിക്കരുത്. വിരുത് തെറ്റിക്കരുത്. ഇപ്പൊ ഉദാഹരണം, നിങ്ങൾ ഇവിടെ ദൈവവചനം പഠിക്കാൻ ഒരു 1 ഇയർ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളൊരു വിരുത് പ്രാപിക്കാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഡെയിലി അല്ലെങ്കിൽ മാസം തോറും നിങ്ങളെ വിരുത് തെറ്റിക്കാൻ വേണ്ടി ആളുകൾ ഇല്ലേ ഇങ്ങോട്ട് ഇറങ്ങുന്ന ഉടനെ വേണേ ഭാര്യ പറയും, ഇറങ്ങി പോവാ ഇല്ലേ. നീ അല്ലെങ്കിൽ സഭയിലുള്ളവർ പറയും, എന്തിനാന്നോ ഇവൻ പഠിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ വിരുത് തെറ്റിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. അവിടെ പോയിട്ട് വലിയ പ്രയോജനമൊന്നും അത് തന്നെ വല്ല കാര്യമുണ്ടോ? അത് തന്നെയല്ലേ ഇവിടെ. ഇനി ഈ വയസ്സാം കാലത്ത് ഇത് പഠിച്ചിട്ട് അല്ലെ, ഈ വിരുത് തെറ്റിക്കാൻ വേണ്ടിയുള്ള ആളുകൾ നമ്മുടെ ചുറ്റും. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമുക്കൊരു വിരുത്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. അതിത്രേ ഉള്ളൂ, ദ ഗ്ലോറി ഓഫ് ഗോഡ്, നമ്മുടെ കർത്താവിന്റെ മഹത്വം. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഒരുപക്ഷെ 3 വർഷം ഇവിടെ പഠിക്കുന്നത് ചിലപ്പം ഒരു വ്യക്തിയെ കർത്താവിലേക്ക് നയിക്കാനായിരിക്കും. ഉള്ളതുകൊണ്ട് ഇത്രേ ഉള്ളൂ. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ദൈവം ഇത്രയും വലിയ പ്രിപ്പറേഷൻ ചെയ്യുന്നത്.
അപ്പൊ അതിൽ നമ്മൾ തൃപ്തരാകുക, അത് മതിയെന്ന് വെക്കണം. ദൈവം എന്താണോ എന്നെ കുറിച്ചത് അതിനു വേണ്ടി ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. പിന്നെ ഈ 1-2 അധ്യായങ്ങളിൽ പൗലോസ് പറയുന്ന വേറൊരു പോയിന്റാണ് നിലനിൽക്കണം, കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റ് ആണ്. ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്, ചതിക്കരുത്. ചതിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റി? അത് നിങ്ങളുടെ എവിടെയാ ബാധിക്കുന്നത്? നിങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ബാധിക്കും. അപ്പം ഈ പറഞ്ഞ 4 കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പൗലോസ് പറയുന്നുണ്ട്, നിലനിൽപ്പി, കണ്ടിന്യൂ, തുടരണം. അതിന് പല വാക്കുകളുണ്ട്. അതിന് കർത്താവ് ഉപയോഗിച്ച വാക്ക് നിലനിൽക്കുക എന്നുള്ളതല്ല, വേറൊരു വാക്ക കർത്താവ് ഉപയോഗിച്ചത്. എന്താണെന്നറിയാമോ? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നിൽ വസിപ്പീ. അത് ഈ വാക്ക, നിലനിൽക്കാൻ, കണ്ടിന്യൂ, എബൈഡ്, ABIDE, എബൈഡ്. അതായത് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ പറ്റിച്ചേർന്നിരിക്കുക, കർത്താവിൽ നിലനിൽക്കുക, തുടരുക. ക്ലീവ് ഉണ്ട്, പറ്റിച്ചേർ. അത് ഉൽപ്പത്തി പുസ്തകത്തിലെ ആ വാക്കാണ്, ക്ലീവ്. മനുഷ്യൻ ഇല്ലേ, ഭാര്യയോട് പറ്റിച്ചേരും, ക്ലീവിങ്. അപ്പോൾ ഒരു ദേഹമായി തീരുക, ക്ലീവിങ്. അപ്പം എബൈഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ട് നമ്മൾ ഒന്നായിട്ട് നിൽക്കുക, പറ്റിച്ചേർന്ന് ജീവിക്കുക. അപ്പോൾ ഈ ആർക്കും നമ്മളെ ചതിക്കാനോ കവർന്നു കളയാനോ വിരുദ് തെറ്റിക്കാനോ ഇല്ലേ, 1-2 പ്രാവശ്യം പറഞ്ഞിട്ട് 2 ചീത്തയും കൂടെ വിളിച്ചിട്ട് അങ്ങ് പോവായിരിക്കും. പൊട്ടാന്നോ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിക്കുമോ, സഹിച്ചോണം കേട്ടോ. ഒരു ജോലിയില്ല, വെറുതെ ആവശ്യമില്ലാതെ അല്ലെ, വെറുതെ നിങ്ങൾ ബാക്കിയുള്ള. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിമോട്ടും എടുത്തോണ്ട് ഇരിപ്പുണ്ടായിരുന്ന കാലും വെച്ചിട്ട്. ഇപ്പൊ ടിവിയും കാണുന്നില്ല, റിമോട്ടും ഇല്ല, മൊത്തം പഠിത്തമാ, ബൈബിളും വെച്ചോണ്ടിരിക്കുക. ഒരു പക്ഷെ ചോദിക്കും, എന്റെ മോള് അവള് ഇപ്പം വലുതൊക്കെ ആയി, പണ്ട് കുഞ്ഞിലെ എന്റെ അടുത്ത് ചോദിക്കാൻ, പപ്പായ്ക്ക് വേറെ ജോലിയൊന്നും ഇല്ല, വെറുതെ എപ്പോഴും ഈ ബൈബിളിന്റെ മുമ്പിൽ ഇരിക്കും. കാരണം അവരുടെ കൂടെ കളിക്കാൻ പറ്റുന്നില്ല, അവരെ കൊണ്ട് ഒന്നും എപ്പോഴും. അപ്പം മറ്റുള്ളവർ ഏത് തരത്തിലും നമ്മളെ ഡീഫ്രോഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് വെളിയിൽ നിന്നും അല്ലായിരിക്കും കേട്ടോ, നമ്മുടെ ഇൻഫ്ലുവൻഷ്യൽ സർക്കിളിൽ നിന്ന് തന്നെ ആയിരിക്കും, നമ്മുടെ സ്വാധീന വലയത്തിൽ നിന്ന് തന്നെയായിരിക്കും ഇതെല്ലാം വരുന്നത്. പിന്നെ നമ്മളുടെ മനസാക്ഷി, എന്റെ യുക്തി നമ്മളോട് കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. എടാ മണ്ട, നിന്നെ കൊണ്ട് ഇതൊന്നും, നീ ഇത്രയ്ക്കങ്ങ് ഒരു മണ്ടിയായി പോയല്ലോ. ഇങ്ങനൊക്കെ നമ്മളോട് തന്നെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മനസാക്ഷി തന്നെ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. ദിശാബോധമുള്ളവരായിരിക്കുക, ആത്മാവിന് കീഴ്പ്പെട്ടിരിക്കുക, നിയന്ത്രണം പരിപൂർണമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ കൊടുക്കുക. അപ്പോൾ 1-ാം അധ്യായത്തിന്റെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 6ഉം 7ഉം വാക്യങ്ങളിൽ ഇതിനു വേണ്ടിയുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, അവനിൽ വേരൂന്നിയും, ആലോചിക്കുക, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും. അതായത് റൂട്ടഡ് ഇൻ ഹിം, അവനിൽ വേരൂന്നുക. പിന്നെ ആത്മീയ വർധന എന്ന് പറഞ്ഞാൽ അവനിൽ റൂട്ട് ചെയ്തിട്ട് വേരൂന്നിയിട്ട് അവിടുന്ന് ബിൽഡപ്പ് ചെയ്യണം, അല്ലാതെ വളർന്ന ഒക്കത്തില്ല. വേരൂന്നാതെ വളരാൻ പോരുത്. ഇത് നമ്മൾ തന്നെ വളരും. അതെ, റൂട്ട് ചെയ്യുക ആദ്യം, അവനിൽ വേരൂന്നാൻ നമ്മൾ പഠിക്കുക. ഈ പഠനങ്ങളെല്ലാം അവനിൽ വേരൂന്നാനായിരിക്കണം. കർത്താവിൽ വേരൂന്നിക്കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ബിൽഡപ്പ് ചെയ്യണം, നമ്മൾ വളരണം. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കും. ഇത് സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും കർത്താവിന് സ്തോത്രം പറയുക, താങ്ക് യു എന്ന് പറയുന്നു. എന്തിനാ നമ്മളത് താങ്ക് യു പറയുന്നത്, അല്ലെ സ്തോത്രം പറയുന്നത്? കർത്താവിന് എപ്പോഴും നമ്മൾ സ്തോത്രം പറയുന്നത് എന്താ? എന്റെ ഉള്ളിൽ എന്തോ ഉള്ളത് കൊണ്ടാണ്, നന്ദി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്, നമ്മൾ എനിക്ക് ഇപ്പോഴുള്ളതിൽ, ഇനിയും നിങ്ങൾക്ക് ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റാത്ത ഒരു സമയത്തേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണെന്നറിയാമോ? നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ, നിങ്ങളുടെ ഗ്രേഡ് നിങ്ങൾ അറിയുമ്പോൾ,
ഓ അപ്പൊ വിചാരിക്കും, ഓ അവിടെ ആ പുള്ളിക്കാരി ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ചത്തേ ചടഞ്ഞെന്നേയും പറഞ്ഞതാണ് ഇപ്പൊ 1ാം സ്ഥാനത്തേക്ക് ദാ കയറി വന്നേക്കുന്നത്. മനസ്സിലായില്ലയോ? അപ്പൊ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയണം കേട്ടോ. ഇത് ഓർത്തോണം കേട്ടോ, അന്നേരം ഇത് ഓർത്തോണം. ഒരുപോലങ്ങ് ആ വ്യവസ്ഥ ഇവിടെ ഇല്ല. അത് അങ്ങ് മേളിൽ ചെല്ലുമ്പോഴായിരിക്കും എല്ലാവർക്കും ഒരുപോലെ കൂലി കൊടുക്കുന്നത്. അപ്പൊ എനിവേ നമ്മൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ, നമ്മളൊന്ന് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.